വെൽക്കം ടു മാസ്റ്റർ അക്കാദമി. മാസ്റ്റർ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. നമുക്കറിയാം നമ്മളുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെ, FM എന്നൊക്കെ പറയുന്ന ഏരിയ അത് നമ്മൾ പഠിച്ചു തുടങ്ങാനായിട്ട് പോവുകയാണ്. കൃത്യമായി എന്ത് ചെയ്യണം, പഠിക്കേണ്ട ഒരു ഏരിയയാണ് ഏതെന്ന് പറയുന്നത് നമ്മളുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഏരിയയിൽ നിന്ന് സാധാരണയായിട്ട് നമുക്ക് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള PSC എക്സാമുകൾ ഉണ്ട് എങ്കിൽ ഈ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള PSC എക്സാമിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് എല്ലാത്തിനകത്തും എന്ത് ചെയ്യുന്നതാണ്, വരുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യനുകൾ ഇതിൽ നിന്ന് ചോദിക്കാറുമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു പ്രാധാന്യത്തോടു കൂടി നമ്മൾ പഠിക്കണം. ഓക്കെ ആണല്ലോ. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം, കഴിഞ്ഞ ഒരു PSC എക്സാമിനകത്ത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ ചോദിച്ചിരുന്നു. അതായത് ഒരു 3 ഡെഫിനിഷൻ തന്നിട്ട് ഈ ഡെഫിനിഷൻ 4 ഡെഫിനിഷൻ തന്നു. ഈ ഡെഫിനിഷൻ ആര് പറഞ്ഞതാണ് എന്നായിരുന്നു ചോദിച്ചത്. അതായത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ പറ്റിയ ഒരു ഡെഫിനിഷൻ തന്നിട്ട് ഇത് ആര് പറഞ്ഞതാണ്, 3-4 പേരുടെ പേര് തന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്തോണം, ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അതുപോലെ ഓഡിറ്റിങ്, കോസ്റ്റിങ് അല്ലെങ്കിൽ എന്താണ് അക്കൗണ്ടിങ്, ഇങ്ങനെയുള്ള മെയിൻ ഹെഡിങ്ങുകൾ ഉണ്ടല്ലോ, അതായത് മെയിൻ സബ്ജക്റ്റുകൾ വരുന്ന ആ മെയിൻ മൊഡ്യൂളുകളുടെ പേരുകൾ, അത് എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു ഡെഫിനിഷൻസ് ഒരു 3-4 പഠിച്ചു വെക്കണം. എന്നാന്ന് ചോദിച്ചാൽ എല്ലാവരും ഒന്നും ഇത് പഠിക്കാനായിട്ട് പോകില്ല. അതായത് ഈ ഡെഫിനിഷൻസ് എല്ലാം പഠിക്കുകയും ഇത് ആരാണ് ആ ഡെഫിനിഷൻ പറഞ്ഞത് എന്നൊന്നും ആരും അങ്ങനെ പഠിക്കാനായിട്ട് പോകത്തില്ല. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ നമ്മളുടെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനുകളാണ്. ഈ ക്വസ്റ്റ്യനൊക്കെ ശരിയാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നല്ല രീതിയിൽ മാർക്ക് കയറാനായിട്ട്, അതായത് എല്ലാവരും ശരിയാക്കുന്ന ക്വസ്റ്റ്യനും നമ്മൾ ശരിയാക്കണം. എല്ലാവർക്കും ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും നമ്മൾ ശരിയാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, എനിവേ നമ്മൾ എന്ത് ചെയ്യാണ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഏരിയ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. സെറ്റ് അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഇവിടെ നോക്കുക. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് എ മാനേജീരിയൽ ആക്ടിവിറ്റി. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് എ മാനേജീരിയൽ ആക്ടിവിറ്റി വിച്ച് ഈസ് കൺസേൺഡ് വിത്ത് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഓഫ് ഫേംസ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഒരു ഫേമിന്റെ, ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഒരു ഫേം ആയിക്കോട്ടെ, ഒരു കമ്പനി ആയിക്കോട്ടെ, ഇതിൻ്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിസോഴ്സുകൾ, നമുക്കറിയാം ഫണ്ടുകളുടെ ഇൻഫ്ലോ ഉണ്ട്, ഔട്ട്ഫ്ലോ ഉണ്ട്. ഇതെല്ലാം എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്, ഫിനാൻസുമായിട്ട്. അതായത് ഒരു ബിസിനസ്സിന്റെ ലൈഫ് ബ്ലഡ് ആണ് എന്തെന്ന് പറയുന്നത് ഫിനാൻസ് എന്ന് പറയുന്നത് അല്ലെ. അതായത് ജീവരക്തമാണ് അല്ലെ, ബിസിനസ്സിന്റെ ജീവരക്തമാണ് എന്തെന്ന് പറയുന്നത്, ലൈഫ് ബ്ലഡ് ആണ് എന്തെന്ന് പറയുന്നത് ഫിനാൻസ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓർഗനൈസേഷൻ അല്ലെ കമ്പനിയിലെ ഒരു മാനേജീരിയൽ ആക്ടിവിറ്റിയാണ്. അവരെന്ത് ചെയ്യാണ്, പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ദ ഫേം ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫിനാൻഷ്യൽ റിസോഴ്സുകളെ എന്ത് ചെയ്യുകയാണ്, മാനേജ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്യുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്, ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു ഡെഫിനിഷൻ വന്നിരുന്നു. ആ ഡെഫിനിഷൻ ഇതായിരുന്നു, PSC ചോദിച്ചിരുന്ന ഒരു ഡെഫിനിഷൻ ആയിരുന്നു. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു ഡെഫിനിഷൻ ചോദിച്ചിട്ട് ഇത് ആര് പറഞ്ഞതാണ് എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ആ ഒരു ഡെഫിനിഷനാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ എഫിഷ്യന്റ് യൂസ് ഓഫ് ആൻ ഇമ്പോർട്ടന്റ് എക്കണോമിക് റിസോഴ്സസ് നെയിംലി ക്യാപിറ്റൽ ഗുഡ്സ്. അപ്പം ഈ സോളമൻ എസ്ര ആൻഡ് ജെ ജോൺ പ്രിങ്കിൾസ് ആണ് ഈ ഒരു ഡെഫിനിഷൻ പറഞ്ഞത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ, ഈ സോളമൻ എസ്ര ആൻഡ് ജെ ജോൺ പ്രിങ്കിൾസിന്റെ അഭിപ്രായത്തിൽ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ പറയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് is concerned with the efficient use of an important economic resources. അതായത് ഒരു ഓർഗനൈസേഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കണോമിക് റിസോഴ്സുകളുടെ എഫക്റ്റീവ് ആയിട്ടുള്ള, എഫിഷ്യൻ്റ് ആയിട്ടുള്ള യൂട്ടിലൈസേഷനെയാണ് എന്തെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നെയിംലി ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് ഒക്കെ പോലെയുള്ള മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കണോമിക് റിസോഴ്സുകളുടെ എഫക്റ്റീവ് ആയിട്ടുള്ള യൂസിനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആര് പറഞ്ഞു? സോളമൻ എസ്ര ആൻഡ് ജെ ജോൺ പ്രിങ്കിൾസ്. മറന്നു പോകല്ലേ, ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെച്ചോണം. ജെ ജോൺ പ്രിങ്കിൾസ് ആൻഡ് സോളമൻ എസ്ര പറഞ്ഞ ഡെഫിനേഷനകത്ത് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കണോമിക് റിസോഴ്സുകളുടെ എഫക്റ്റീവ് ആയിട്ടുള്ള യൂട്ടിലൈസേഷൻ ആണ് ഏത്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് ആര് പറഞ്ഞു? ജെ ജോൺ പ്രിങ്കിൾസ് ആൻഡ് സോളമൻ എസ്ര പറഞ്ഞു. ഓക്കെ ആണല്ലോ മക്കളെ, എഴുതി വെച്ചോണം, പഠിച്ചോണം. അടുത്തത് നോക്കിയാടാ മക്കളെ, എന്നാ പറഞ്ഞേക്കുന്നത്, വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നമുക്കറിയാം ഒരു
ഫേം അല്ലെങ്കിൽ ഒരു കമ്പനി, ഒരു ഓർഗനൈസേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് ഉദ്ദേശത്തോടു കൂടിയായിരിക്കും, എന്ത് ലക്ഷ്യത്തോടു കൂടിയായിരിക്കും? നമ്മളുടെ മനസ്സിലേക്ക് ആദ്യമേ ഓടി വരുന്ന എന്താണ്? പ്രോഫിറ്റ് മാക്സിമം ഏൺ ചെയ്യുക എന്നുള്ളതായിരിക്കും അല്ലെ? എല്ലാവരുടെ മനസ്സിലും എന്താണ് ആദ്യമായിട്ട് കയറി വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രോഫിറ്റ് ഏൺ ചെയ്യുക. ഒരു കമ്പനി തുടങ്ങുന്നത് എന്തിനായിരിക്കും? പ്രോഫിറ്റ് കിട്ടാനായിട്ട്. അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യുക ഇന്നായിരിക്കും അല്ലെ? എന്നാൽ ഓർത്ത് വെച്ചോണം, ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന് 2 ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ അവർ പറയുന്നത് 2 ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. ഓർത്ത് വെച്ചോണം, വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അതായത് പണ്ട് കാലങ്ങളിൽ നമ്മൾ പറയുമായിരുന്നു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആയിരുന്നു എന്ന് പറയുമായിരുന്നു. പക്ഷെ എന്നാൽ എന്താണ് ഇപ്പൊ എന്ത് സംഭവിച്ചു? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷനേക്കാളും പ്രാധാന്യം ഇപ്പൊ എന്തിനാണ് കൊടുക്കുന്നത്? വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. ഓർത്ത് വെച്ചോണം, the earlier objective of profit maximization is now replaced by wealth maximization. ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ മക്കളെ? വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. ഏതാണ്? വെൽത്ത് മാക്സിമൈസേഷൻ ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചോണം. ആൻഡ് a very objective of financial management is to maximize the wealth of the shareholders by maximizing the value of the firm. അപ്പോൾ ഈ വെൽത്ത് മാക്സിമൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ എങ്ങനെയാണ് മാക്സിമൈസ് ചെയ്യുക? ഷെയർ ഹോൾഡേഴ്സ് ആരാണ്? ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഷെയർ ഹോൾഡേഴ്സ് ആരാണ്? ആ കമ്പനി ഓൺ ചെയ്യുന്ന ആളുകളെയാണ് എന്തെന്ന് പറയുന്നത് അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ഷെയറുകൾ എത്രത്തോളം, കമ്പനിയുടെ ഷെയറുകൾ ആരുടെയൊക്കെ കയ്യിലാണോ അവരെയാണ് എന്തെന്ന് പറയുന്നത്? ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ എന്ത് ചെയ്യാണ്? മാക്സിമത്തിൽ എത്തിക്കുകയാണ്. അതുവഴി എന്ത് കണ്ടെത്തുകയാണ്? അതുവഴി എന്ത് ചെയ്യാണ്? മാക്സിമൈസ് ദ വാല്യൂ ഓഫ് ദ ഫേം. ഫേമിന്റെ വാല്യൂ എന്ത് ചെയ്യാണ്? മാക്സിമൈസ് ചെയ്യുകയാണ്. ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെ ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുന്നത്? ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യണമെങ്കിൽ എങ്ങനെ വരും? അവര് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഷെയർ, അവരുടെ കയ്യിലിരിക്കുന്ന ഷെയറിന്റെ വാല്യൂവിന് എന്ത് ചെയ്യണം? കൂടണം അല്ലെ? ഷെയറിന്റെ വാല്യൂ കൂടണം. എന്നാലല്ലേ ഉള്ളൂ ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യത്തുള്ളൂ. അതുവഴി ഫേമിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇവിടെ എന്തിനാണ്? ഏർണിംഗ് പെർ ഷെയർ. ഓരോ ഷെയറിലുമുള്ള അല്ലെ മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുള്ള അല്ലെ മാർക്കറ്റ് ഷെയർ എന്തായിരിക്കണം? കൂടണം. അല്ലെങ്കിൽ എന്താണ്? ഓരോ ഏർണിംഗ് പെർ ഷെയർ, ഓരോ ഷെയർ ഹോൾഡറുടെ കയ്യിലിരിക്കുന്ന ഷെയറിന്റെയും വാല്യൂ എന്ത് ചെയ്യണം? മാക്സിമൈസ് ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്. നോക്കിയേ, ദ പ്രൈം ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതായത് ഏതാണ്? വെൽത്ത് മാക്സിമൈസേഷൻ എന്ന പ്രൈം ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഉണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അത് എന്തിനാണ് പറയുന്നത്? ഈസ് റിഫ്ലക്ട് ഇൻ EPS. എന്തിനാണ് റിഫ്ലക്ട് ചെയ്യുന്നത്? EPS ൽ, ഏർണിംഗ് പെർ ഷെയറിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ആൻഡ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇറ്റ്സ് ഷെയർ. അതായത് ഒന്നുമില്ല, അതായത് നമ്മളുടെ കയ്യിൽ, നമ്മൾ ഷെയർ ഹോൾഡർ ആണ്, നമ്മളുടെ കയ്യിലിരിക്കുന്ന ഷെയറിന്റെ ഏർണിംഗ് പെർ ഷെയർ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യണം. അതിന്റെ മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഷെയർ ഹോൾഡേഴ്സിന് എന്താണ്? കൂടുതലായിട്ട് റിട്ടേൺസ് വരും അല്ലെ? അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ എന്ത് ചെയ്യും? മാക്സിമൈസ് ചെയ്യും. അതിലൂടെ എന്ത് മാക്സിമൈസ് ചെയ്യും? ഫേമിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത് ഓർത്ത് വെച്ചോണം. ഇതിനകത്ത് നിന്ന് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ പല എക്സാമുകൾക്കായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ക്ലാസിന്റെ അവസാനം നമ്മൾ എന്ത് ചെയ്യും? അത്തരത്തിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനുകളും, അതായത് ഇത് റിലേറ്റ് ചെയ്ത് PSC ഇതിനു മുമ്പുള്ള പല എക്സാമുകൾക്കകത്തായിട്ട്, അതായത് പല എക്സാമുകൾ PSC നടത്തിയ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പല എക്സാമുകൾക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യനുകൾ എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എന്ത് ചെയ്തോണം? കണ്ടോണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്. നമ്മൾ പറഞ്ഞത് വെൽത്ത് മാക്സിമൈസേഷനെ കുറിച്ചാണ്. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വെൽത്ത് മാക്സിമൈസേഷൻ എന്നുള്ളതാണ്. ഈ വെൽത്ത് മാക്സിമൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക. അതിലൂടെ എന്ത് മാക്സിമൈസ് ചെയ്യുക? ഫേമിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്നത്? ഏർണിംഗ് പെർ ഷെയർ അല്ലെ? ഏർണിംഗ് പെർ ഷെയർ ഇതിൽ എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യുക. അതായത് ഏർണിംഗ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യുക അല്ലെ? ഏർണിംഗ് പെർ ഷെയർ റിഫ്ലക്ട് ചെയ്യുക, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയറിൽ റിഫ്ലക്ട് ചെയ്യുമ്പോഴാണ് എന്ത് കൂടുന്നത്? ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുന്നത്. മക്കളെ മനസ്സിലായോ?
മനസ്സിലായോ? എടാ കൃത്യമായി മനസ്സിലാക്കി വെക്കണടാ, എന്നാലേ നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തോണം, കറക്റ്റ് ആയിട്ട് സെന്റൻസുകൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തൊരു ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണ്. ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ സ്കോപ്പ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഡിസിഷൻസ്, ഇതെല്ലാം എങ്ങനെ വന്നാലും ഒന്ന് തന്നെയാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രധാനമായിട്ടും 3 ഡിസിഷനുകളെ ബേസ് ചെയ്തിരിക്കും. 3 ഡിസിഷനുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ. ഈ 3 ഡിസിഷനുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എടാ പഠിച്ചോണേ, 3 ഡിസിഷനുകൾ ഏതൊക്കെയായിരുന്നു? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സ്കോപ്പ് അല്ലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും ഏത് തന്നെയാണ്? 3 ഡിസിഷനുകളെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. ക്ലിയർ ആയോ? 3 ഡിസിഷനുകൾ ക്ലിയർ ആയോ? കൃത്യമായി മനസ്സിലാക്കി പോകണം കേട്ടോ. ദ ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു 3 മേജർ ഡിസിഷൻ. The functions of financial management can be broadly classified into 3 major decisions. 3 ഡിസിഷനുകളെ ബേസ് ചെയ്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇരിക്കുന്നത്. ഏതൊക്കെയാണ്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. നമുക്ക് നോക്കാം. ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഈ ഒരു ചാർട്ട് പഠിച്ചാൽ തന്നെ നമ്മൾ എന്താണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 40% ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒരു 40% ഏരിയ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ചാർട്ടിൽ പറഞ്ഞിരിക്കുന്ന, ഈ ഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡിസിഷനുകളെ പ്രധാനമായിട്ടും 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനകത്ത് 2 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ എന്താണ്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. രണ്ടാമത്തെ കാര്യം എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് A to Z കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോകും. അടുത്തത് പറയുന്നതാണ് ഫിനാൻസിങ് ഡിസിഷനകത്ത് 3 കാര്യങ്ങളാണ് വരുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരുന്നുണ്ട്, 4ാമത്തെ ആയിട്ട് എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ വരുന്നുണ്ട്, ദെൻ ലിവറേജസ്. ഈ 3 കാര്യങ്ങൾ എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്? ഫിനാൻസിങ് ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഫിനാൻസിങ് ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതാണ്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ, ലിവറേജസ്. ആൻഡ് ദെൻ ഡിവിഡൻഡ് ഡിസിഷനുമായിട്ട് ഡിവിഡൻഡ് പോളിസി അല്ലെ, ഡിവിഡൻഡ് പോളിസി ഉണ്ട്, അതുപോലെ തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ട്. ഏകദേശം 7 പോയിന്റുകൾ ഏതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്? ഈ 3 ഡിസിഷനുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇത് ഇത്രയും ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ ഏകദേശം നമ്മളുടെ സിലബസിന്റെ 40% ഏരിയ നമ്മൾ പഠിച്ചു എന്നായി. പക്ഷേ ഈ ഒരു ഗ്രാഫ് പഠിച്ചു വെച്ചാൽ 40% ആയി എന്നല്ല ഞാൻ പറഞ്ഞത്. ഏതാണ്? ഈ ഗ്രാഫിനകത്തുള്ള A to Z കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഓരോന്നും, അതായത് ഇപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന്റെ കാര്യങ്ങളെല്ലാം തന്നെ, അതുപോലെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, അതിൻ്റെ അകത്ത് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിന്റെ അകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം പഠിക്കണം. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ, ലിവറേജസ്, ഡിവിഡൻഡ് പോളിസി, ഡിവിഡൻഡ് തിയറീസ് ഉണ്ട്, ഡിവിഡൻഡ് പോളിസി തിയറീസ് ഉണ്ട്, അതൊക്കെ പഠിക്കണം. അതുപോലെ റീറ്റെയിൻ ഏർണിങ്സ്, അങ്ങനെയുള്ള ആ ഒരു കംപ്ലീറ്റഡ് ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ 40% കഴിഞ്ഞു. പിന്നെ ഈ ഒരു ചാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ ഒരു ചാർട്ടിൽ നിന്നകത്ത് വന്നത് എന്താണ്? The working capital management is associated with the financing decision എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഏതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാഫിനകത്ത് വന്നേക്കുന്ന ഓരോന്നും ഏതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്തോണം? പഠിച്ചോണം. ഓക്കെ ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് നമുക്ക് പഠിച്ചു തുടങ്ങാം അല്ലെ. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഈസ് കൺസേൺഡ് വിത്ത് ദ സെലക്ഷൻ ഓഫ് അസെറ്റ് ഇൻ വിച്ച് ദ ഫണ്ട്സ് വിൽ ബി ഇൻവെസ്റ്റഡ് ബൈ ദ ഫേം. നിങ്ങൾ ഒരു കമ്പനി തുടങ്ങുകയാണ് അല്ലെ, നിങ്ങളുടെ കമ്പനിയാണ്, നിങ്ങളുടെ കമ്പനിക്ക് എത്രയുണ്ട്? ഒരു 5 കോടി രൂപ കയ്യിലുണ്ട് അല്ലെ, ഫണ്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ 5 കോടി രൂപ ഏത് അസറ്റിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന ആ ഒരു ഡിസിഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഫേമിന് അല്ലെ ഒരു കമ്പനിക്ക് അവൈലബിൾ ആയിട്ടുള്ള
ഫണ്ട് ഏത് ഇൻവെസ്റ്റ്മെന്റിന്മേൽ അല്ലെങ്കിൽ ഏത് അസറ്റിന്മേൽ ഏത് ആസ്തിയിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഡിസിഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. മക്കളെ മറന്നു പോകരുത്, ഓർത്തു വെക്കുക. ദ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഈസ് കൺസേൺഡ് വിത്ത് ദ സെലക്ഷൻ ഓഫ് അസറ്റ് ഇൻ വിച്ച് ദ ഫണ്ട്സ് വിൽ ബി ഇൻവെസ്റ്റഡ് ബൈ ദ ഫേം. അതായത് ഒരു ഫേം ആ ഫേമിന് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് ഏത് ആസ്തിയിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. The asset of the firm include long term assets and short term asset. അതായത് ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അസറ്റ് രണ്ട് രീതിയിൽ ഉണ്ടാകാം. ഫിക്സഡ് ആയിട്ടുള്ള അസറ്റുകളും ഉണ്ടാകാം, കറണ്ട് ആയിട്ടുള്ള അസറ്റുകളും ഉണ്ടാകാം. അതായത് ഫിക്സഡ് എന്ന് പറഞ്ഞാൽ ലോങ് പീരീഡിലേക്കുള്ള അസറ്റുകളും ഉണ്ടാകാം, ഷോർട്ട് പീരീഡിലേക്കുള്ള അസറ്റുകളും ഉണ്ടാകാം. മക്കളെ മനസ്സിലായോ? അതായത് ഒരു ഫേമിന് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട്, ഒരു ഫേമിന് കയ്യിലുള്ള ആ ഒരു ഫണ്ട് ഏത് ആസ്തിയിന്മേൽ ഏത് അസറ്റിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട തീരുമാനത്തെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഈ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഈ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഈ ഫേമിലെ രണ്ട് രീതിയിലുള്ള അസറ്റുകളാണുള്ളത്. ലോങ് ടേം ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള അസറ്റുകളുമുണ്ട്, ഷോർട്ട് ടേം ആയിട്ടുള്ള അല്ലെങ്കിൽ കറണ്ട് ആയിട്ടുള്ള അസറ്റുകളുമുണ്ട്. അപ്പൊ ഇതിൽ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആര് തീരുമാനിക്കണം? ഇൻവെസ്റ്റർ തീരുമാനിക്കണം. ദ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഈസ് നോൺ ആസ്. ഈ ലോങ് ടേം ആയിട്ടുള്ള അസറ്റിന്മേലാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ് നമ്മൾ എടുക്കുന്നെങ്കിൽ അതിന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. മറന്നു പോകരുതേ. ദ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഈസ് നോൺ ആസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഈസ് നോൺ ആസ് capital budgeting, and the short term investment decision is identified as working capital management. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ പറയുന്ന പേരെന്താ? അതായത് കറണ്ട് അസറ്റിന്മേലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. മക്കളെ മറന്നു പോകരുത്, കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. ചോദിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. അപ്പൊ മനസ്സിലാക്കി വെക്കുക. എന്താണ്? ദ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ് എങ്കിൽ, ഫിക്സഡ് അസറ്റിന്മേലാണ് ഇൻവെസ്റ്റ് ചെയ്യാനായി തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ എന്താണ് ഷോർട്ട് ടേം ആയിട്ടുള്ള അല്ലെങ്കിൽ കറണ്ട് അസറ്റിന്മേലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. രണ്ടാമത്തെ ഡിസിഷൻ. നമ്മൾ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനെ കുറിച്ചും വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിനും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് പുറകെ വരും കേട്ടോ. ഇപ്പൊ നമ്മൾ ഡിസിഷനുകളാണ് പഠിക്കുന്നത്. രണ്ടാമത്തെ ഡിസിഷനിലേക്ക് പോവാണ്. രണ്ടാമത്തേതാണ് ഏതെന്ന് പറയുന്നത്? ഫിനാൻസിങ് ഡിസിഷൻ. ഫിനാൻസിങ് ഡിസിഷൻ. The financing decision is concerned with the financing decision എന്തിനൊക്കെയാണ് കൺസേൺ ചെയ്യുന്നത് പഠിച്ചു വെച്ചോണം. ഏതൊക്കെയാണ്? ക്യാപിറ്റൽ മിക്സ്, ഫിനാൻസിങ് മിക്സ്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി ഫേം. ഓർത്തു വെക്കുക. എന്താണ് നമ്മൾ പറയുന്ന രണ്ടാമത്തെ ഡിസിഷൻ ആണ് ഏതെന്ന് പറയുന്നത്? ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്ന. ഫിനാൻസിങ് ഡിസിഷൻ എന്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? ക്യാപിറ്റൽ മിക്സും ഫിനാൻസിങ് മിക്സും ക്യാപിറ്റൽ സ്ട്രക്ചറുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത്? ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. ദ ടേം ക്യാപിറ്റൽ സ്ട്രക്ചർ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെച്ചോണം. ദ ടേം ക്യാപിറ്റൽ സ്ട്രക്ചർ refers to the proportion of debt capital and the equity share capital. അതായത് ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ആ ഫേമില് ഡെപ്റ്റും ഉണ്ടായിരിക്കും, ഇക്വിറ്റി ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ എത്രത്തോളം ഡെപ്റ്റ് ക്യാപിറ്റൽ വേണം, എത്രത്തോളം ഇക്വിറ്റി ക്യാപിറ്റൽ വേണം എന്ന് തീരുമാനിക്കുന്നത്, അതിന്റെ ആ ഒരു പ്രപ്പോർഷനെ തീരുമാനിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക. ദ ടേം ക്യാപിറ്റൽ സ്ട്രക്ചർ refers to the proportion of debt capital and equity share capital. എത്രത്തോളം ഡെപ്റ്റ് ക്യാപിറ്റൽ വേണം, എത്രത്തോളം ഇക്വിറ്റി ക്യാപിറ്റൽ വേണം എന്ന് തീരുമാനിക്കുന്ന ആ ഒരു പ്രപ്പോർഷനെയാണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മക്കളെ മനസ്സിലാക്കി വെച്ചോണം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്, വരാൻ സാധ്യതയുമുണ്ട് മുന്നോട്ടുള്ള എക്സാമുകൾ. അതായത് ഈ ഏരിയ എന്നൊക്കെ പറയുന്നത് PSCക്ക് ഇഷ്ടമുള്ള ഏരിയ ആണ്, എപ്പോഴും ചോദിക്കുന്ന ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാരണവശാലും പഠിക്കാതിരിക്കരുത് കേട്ടോ. ദ ടേം ക്യാപിറ്റൽ സ്ട്രക്ചർ
structure refers to the proportion of debt to capital and equity share capital. And the financing decision of the firm related to financing decision of the firm is related to financing mix. Financing decision എന്തുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നുകൂടിയാണ്, ഫിനാൻസിങ് മിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അതായത് ഇവിടെ എന്താണ്, ദിസ് മസ്റ്റ് ബി ഡിസൈഡഡ്, അതായത് ഈ ഒരു ഡിസിഷനകത്ത് മസ്റ്റ് ആയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസൈഡഡ് ബൈ ടേക്കിംഗ് ടു അക്കൗണ്ട്സ് ഓഫ് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, എത്രത്തോളം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്, റിസ്ക് ആൻഡ് റിട്ടേൺ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സിന് എത്രത്തോളം റിസ്ക് എടുക്കുന്നുണ്ട്, റിട്ടേൺ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യത്തെയൊക്കെ ഏതിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്, ഫിനാൻസിങ് ഡിസിഷനിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. എടാ പഠിക്കണേ, എടാ മനസ്സിലാക്കി വെക്കുക, കൃത്യമായി മനസ്സിലാക്കി വെക്കുക എന്താണ് ഫിനാൻസിങ് ഡിസിഷൻ എന്ന്. പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ ഓർത്ത് വെക്കുക: ക്യാപിറ്റൽ മിക്സ്, ഫിനാൻസിങ് മിക്സ് ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി ഫേം. ഇത് 3ഉം എന്തുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്, ഫിനാൻസിങ് ഡിസിഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. എടാ മറന്നു പോകരുത്, നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഇനി എന്താണ് ദ ടേം ക്യാപിറ്റൽ സ്ട്രക്ചർ? എന്താണ് ആ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് അല്ലേ. എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമിൽ എത്രത്തോളം ഡെപ്റ്റ് ഉണ്ട് അല്ലെ എത്രത്തോളം ഇക്വിറ്റി ഉണ്ട് അതിന്റെ ആ ഒരു പ്രപ്പോർഷൻ അല്ലെ, എത്രത്തോളം ഡെപ്റ്റ് അല്ലെ ഇക്വിറ്റി വേണം അതിന്റെ ആ ഒരു പ്രപ്പോർഷനെയാണ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഫിനാൻസിങ് മിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് ഈ ഒരു ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. അതായത് ഇത് മസ്റ്റ് ആയിട്ടും എന്തെല്ലാം കാര്യങ്ങളെ ഡിസൈഡ് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ റിസ്ക് റിട്ടേൺ, ഷെയർ ഹോൾഡേഴ്സ് എത്രത്തോളം റിസ്ക് എടുക്കുന്നുണ്ട്, എത്രത്തോളം റിട്ടേൺ ഉണ്ട് എന്നുള്ള കാര്യത്തെയൊക്കെ പറയുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ? ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കും, അന്നേരം പറയാൻ പറ്റണം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്മൾ ലാസ്റ്റ് പറയുമ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് പറ്റണം. അടുത്തതാണ് ഏതെന്ന് പറയുന്നത് ഡിവിഡൻഡ് ഡിസിഷൻ. അടുത്താണ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഡിവിഡൻഡ് ഡിസിഷൻ ഈസ് റിലേറ്റഡ് ടു ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് കമ്പനിക്ക് കിട്ടുന്ന അല്ലെ ഫേമിന് കിട്ടുന്ന ഓർഗനൈസേഷനൊക്കെ കിട്ടുന്ന പ്രോഫിറ്റിന്റെ എത്രത്തോളം പോർഷൻ എന്നാണ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എത്രത്തോളം റീറ്റെയിൻ ചെയ്ത് വെക്കണം, അതായത് ഫ്യൂച്ചറിലെ ആവശ്യത്തിനൊക്കെ വേണ്ടി റീറ്റെയിൻ ചെയ്ത് എത്ര വെക്കണം, എത്ര ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസിഷനാണ് ഏതെന്ന് പറയുന്നത് ഡിവിഡൻഡ് ഡിസിഷൻ. കമ്പനിക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് എത്രത്തോളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എത്രത്തോളം റീറ്റെയിൻ ചെയ്യണം എന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസിഷൻ ആണ് ഏതെന്ന് പറയുന്നത് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഡിവിഡൻഡ് ഡിസിഷൻസ് ആർ കൺസേൺഡ് വിത്ത് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഓഫ് എ ഫേം ടു ഷെയർ ഹോൾഡേഴ്സ്. മക്കളെ മനസ്സിലാക്കി കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോകണം. ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഫേമിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് അത് എത്രത്തോളം ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന തീരുമാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഡിവിഡൻഡ് ഡിസിഷൻ. ഹൗ മച്ച് ഓഫ് ദ പ്രോഫിറ്റ് ഷുഡ് ബി പെയ്ഡ് ആസ് ഡിവിഡൻഡ്, പ്രോഫിറ്റിന്റെ എത്രത്തോളമാണ് ഡിവിഡൻഡ് ആയിട്ട് പേ ചെയ്യേണ്ടത്, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എത്രയാണ് എന്നൊക്കെ തീരുമാനിക്കുന്നത് ഏതിലാണ്, ഈ ഡിവിഡൻഡ് ഡിസിഷനിലാണ്. ദ ഡിസിഷൻ വിൽ ബി ഡിപ്പെൻഡ് ഓൺ ദി ഇപ്പോൾ ഓർത്ത് വെക്കുക, ഈ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്ന ഈ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് എടുക്കുന്നത്, ദ ഡിവിഡൻഡ് ഡിസിഷൻ വിൽ ബി ഡിപ്പെൻഡ് ഓൺ ദി പ്രിഫറൻസ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന്റെ പ്രിഫറൻസ് നോക്കും. പിന്നെ അടുത്ത നോക്കുന്നതിനാ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ വിത്ത് ദ ഫേം. ഫേമിന് അവൈലബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നോക്കും. ആൻഡ് ദ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഓഫ് ദി ഫേം, അതായത് ഫേമിന് ഫ്യൂച്ചറിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ നോക്കും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, അതായത് നമുക്ക് എത്രയാണ് ഒരു 10 കോടി രൂപ എന്ത് കിട്ടിയിട്ടുണ്ട്, ആ പ്രോഫിറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. 10 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ട്. പക്ഷെ നമ്മുടെ മുന്നിൽ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു നല്ല ഓപ്പർച്യൂണിറ്റീസ് മുന്നേ വന്ന് നിൽപ്പുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കൂടുതലായിട്ടും ഡിവിഡൻഡ് ആ ഒരു പൈസ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുകയാണോ ചെയ്യുന്നത്? അല്ല, നമ്മൾ എന്ത് ചെയ്യും, അത് റീറ്റെയിൻ ചെയ്യും. എന്തിനു വേണ്ടിയാണ്, ആ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് നമ്മുടെ മുന്നിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ബിസിനസ് എക്സ്പാൻഷന് വേണ്ടിയുള്ള, അപ്പോൾ അതിനുവേണ്ടി ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും. ഇനി എന്താണ്, നമ്മുടെ മുന്നിൽ എന്തില്ല, ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും ഇപ്പം മുന്നിൽ കറന്റ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അതുപോലെ തന്നെ എന്താണ് ഷെയർ ഹോൾഡേഴ്സ് അവരുടെ പ്രിഫറൻസ് എന്ന് പറയുന്നത് അവർക്ക് ഡിവിഡൻഡ് ഇപ്പോൾ കിട്ടണം എന്നുള്ള രീതിക്കാണ് അവർ നിൽക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പേ ഔട്ട് റേഷ്യോ ഒക്കെ അവർ അറേഞ്ച് ചെയ്യും. അപ്പം എങ്ങനെ റീറ്റെയിൻ ചെയ്ത് എത്രത്തോളം വെക്കണം, എത്രത്തോളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നതുമായിട്ട് ഉള്ള തീരുമാനം, എത്രത്തോളം ഒരു പ്രോഫിറ്റ് എത്രത്തോളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എത്രത്തോളം റീറ്റെയിൻ ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന ആ ഒരു
തീരുമാനമാണ് ഏതെന്ന് പറയുന്നത് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. മക്കളെ ക്ലിയർ ആയോ മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പൊ നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഏതൊക്കെ 3 കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്? മനസ്സിലായോ? ഏതൊക്കെ 3 കാര്യങ്ങളായിരുന്നു? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ എന്ത് 2 എണ്ണം പഠിച്ചോണം. നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങും വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റും മനസ്സിലാക്കി വെച്ചോണം. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിലായിരുന്നു? ലോങ് ടൈം ആയിട്ടുള്ള അസറ്റിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ആയിട്ടുള്ള അസറ്റിൽ. ദെൻ നമ്മൾ ഫിനാൻസിങ് ഡിസിഷൻ പറഞ്ഞു. അവിടെ എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫിനാൻസിങ് മിക്സ്, ക്യാപിറ്റൽ മിക്സ് ആണ് അവിടെ വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതും ഓർത്ത് വെക്കണം. ദെൻ ഡിവിഡൻഡ് ഡിസിഷൻ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? നമുക്ക് അടുത്തേക്ക് പോകാം. അടുത്തതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് സോഴ്സ് ഓഫ് ഫിനാൻസ്. എന്താണ് സോഴ്സ് ഓഫ് ഫിനാൻസ്? എന്താണ് സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് എന്ന് പറയുന്നത്. സോഴ്സ് ഓഫ് ഫിനാൻസ് നമുക്ക് എവിടെ നിന്നെല്ലാം ഫണ്ട് അവൈലബിൾ ആകും, എങ്ങനെയൊക്കെ നമുക്ക് ഫണ്ട് അവൈലബിൾ ആക്കാനായിട്ട് പറ്റും, ഏതെല്ലാമാണ് നമ്മളുടെ ഫണ്ടിന്റെ സോഴ്സ്. ഇത് തന്നെയാണ് ഏതെന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ഫിനാൻസിനകത്ത് പറയുന്നത്. ദ സോഴ്സ് ഓഫ് ഫിനാൻസ് ഫോർ ദ ബിസിനസ് ആർ ഇക്വിറ്റി, ഡെപ്റ്റ്, ഡിബഞ്ചേഴ്സ്, റീറ്റെയിൻഡ് ഏർണിംഗ്സ്, ടേം ലോൺ, വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, യൂറോ ഇഷ്യൂസ്, വെഞ്ചർ ഫണ്ടിങ്, ഇങ്ങനെ ഒരുപാട് സോഴ്സ് ഓഫ് ഫണ്ട്സുകളുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഏതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാം എന്ത് ചെയ്യണം? ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഇത് കണ്ടോ, ഇത്രയുമാണ് പ്രധാനമായിട്ടും എന്തിനകത്ത് വരുന്നത്? സോഴ്സ് ഓഫ് ഫിനാൻസിനകത്ത് വരുന്ന ടൈമിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഓണർഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ബേസിസ് ഓഫ് സോഴ്സ് ഓഫ് ജനറേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരുപാടെണ്ണം ഉണ്ട്. അതിപ്പോ എന്താണ്? ടൈമിനെ ബേസ് ചെയ്തുള്ളത് തന്നെ ചിലപ്പോൾ എന്താണ് ഓൺഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് വരാറുണ്ട്. അപ്പൊ എന്താണ് ഇതിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? പഠിക്കേണ്ടതായിട്ട് വരുന്നതാണ്. ഈ ഒരു ഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. സോഴ്സ് ഓഫ് ഫിനാൻസ് പ്രധാനമായിട്ടും എന്താണ്? ബേസിസ് ഓഫ് ടൈമിനെ ബേസ് ചെയ്തിട്ടുണ്ട്, ഓണർഷിപ്പ് ആൻഡ് കൺട്രോളിനെ ബേസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ജനറേഷനെ ബേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ടൈമിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ലോങ് ടൈം ആയിട്ടുള്ള സോഴ്സസ് ഉണ്ട്, അതുപോലെ മീഡിയം ടൈം ആയിട്ടുള്ള സോഴ്സസ് ഉണ്ട്, ഷോർട്ട് ടൈം ആയിട്ടുള്ള സോഴ്സ് ഉണ്ട്. ഓണർഷിപ്പിനെ ബേസ് ചെയ്താണെങ്കിൽ ഓൺഡ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഫിനാൻസ് ഉണ്ട്, ബോറോവ്ഡ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഫിനാൻസ് ഉണ്ട്. ഇനി എന്താണ്? നമ്മളുടെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ജനറേഷനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ളതുണ്ട്, എക്സ്റ്റേണൽ ആയിട്ടുള്ളതും ഉണ്ട്. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ഫിനാൻസ്. നമ്മൾ ഓരോന്നും എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് ബോണ്ട്. എന്താണ്? ബോണ്ട് ആണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓർത്ത് വെക്കുക, ബോണ്ട്സ് ആർ ഇഷ്യൂഡ് ബൈ ദ ഓർഗനൈസേഷൻ ജനറലി ഫോർ എ പീരീഡ് ഓഫ് മോർ ദാൻ 1 year ടു റേസ് ദ മണി ബൈ ബോറോവിങ്. ഓർത്ത് വെച്ചോണം. എന്താണ്? ബോണ്ട്സ് ആർ ഇഷ്യൂഡ് ബൈ ദ ഓർഗനൈസേഷൻ ജനറലി ഫോർ എ പീരീഡ് ഓഫ് മോർ ദാൻ 1 year. അപ്പൊ ഇവിടെ ആ ഒരു മോർ ദാൻ 1 year ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണ്ട കേട്ടോ. മോർ ദാൻ 1 year. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്നത് എന്നാണ് ബൈ ഓർഗനൈസേഷനുകളാണ്. ഫോർ എന്തിനാണ്? പീരീഡ് ഓഫ് മോർ ദാൻ 1 yearലേക്കാണ്. എന്തിനു വേണ്ടിയാണ്? മണി റേസ് ചെയ്യാനായിട്ട്, ബോറോവിങ്ങിലൂടെ എന്താണ്? പണം റേസ് ചെയ്യാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ഒന്നാണ് ബോണ്ട് എന്ന് പറയുന്നത്. ബോണ്ട് ഈസ് ജനറലി എ ഡെപ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഡെപ്റ്റ് അല്ലെ, ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ. ബോണ്ട് എന്ന് പറയുന്നത് ഏതാണ്? ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. എ ബോണ്ട് ഈസ് ജനറലി ഇൻ എ ഫോം ഓഫ് ഡെപ്റ്റ് വിച്ച് ഈസ് investor pay the issue of the issuers of a defined time frame. ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിലേക്ക് എന്താണ് ഇഷ്യൂ ചെയ്യുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്ന ബോണ്ട്. നോർമലി സാധാ ബോണ്ട് എന്ന് ഓർത്താൽ മതി. സാധാ ബോണ്ടുകൾ അല്ലെ, പാരിപ്പസി ബോണ്ട് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ, സാധാ ബോണ്ടുകൾക്ക് തന്നെ പറയുന്നതാണ്. അപ്പൊ ഇതെങ്ങനെയായിരിക്കും ഈ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നോർമൽ ബോണ്ട് അല്ലെങ്കിൽ എന്താണ്? നോർമൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ പീരീഡ് ഉണ്ടായിരിക്കും. അതിനെന്താണ്? അതിന് പർട്ടിക്കുലർ പീരീഡ്, ഒരു നോർമൽ പീരീഡ് ഉണ്ടായിരിക്കും ഈ ബോണ്ടിന്. അതുപോലെ തന്നെ എന്താണ്? അതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള കൂപ്പൺ റേറ്റ് ഉണ്ടായിരിക്കും അല്ലെ, കൂപ്പൺ റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളതൊക്കെയാണ് എന്ന് പറയുന്നത് ബോണ്ട് എന്ന് പറയുന്നത്. ഇനി സാധാ ബോണ്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് അല്ലെ, സാധാ ബോണ്ടിൽ നിന്ന് പ്ലെയിൻ വാനില ബോണ്ട്, സാധാ ബോണ്ടുകൾ, പ്ലെയിൻ വാനില ബോണ്ടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബോണ്ടാണ് ഏതെന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു സീറോ കൂപ്പൺ ബോണ്ട്സ് എന്ന് പറയുന്നത്. സീറോ കൂപ്പൺ ബോണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല മക്കളെ, സീറോ കൂപ്പൺ ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്ന എങ്ങനെയായിരിക്കും? സ്റ്റീപ്പ് ഡിസ്കൗണ്ടിലായിരിക്കും. ഒരുപാട് ഡിസ്കൗണ്ട് ഇട്ടുകൊണ്ടായിരിക്കും എന്ത് ഇഷ്യൂ ചെയ്യുന്നത്? ഈ സീറോ കൂപ്പൺ ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്?
100 രൂപയാണെന്ന് വിചാരിക്കുക. ആ ബോണ്ടിന് ശരിക്കുള്ള വാല്യൂ എന്ന് പറയുന്നത് 100 രൂപയാണ്. നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന എത്ര രൂപയ്ക്കായിരിക്കും? 40 രൂപയ്ക്കായിരിക്കും. അതായത് ഒരു സ്റ്റീപ്പ് ഡിസ്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇഷ്യൂ ചെയ്യുകയാണ്. ഏത്? ഈ ഒരു ബോണ്ട്. അതായത് ആരെ അട്രാക്ട് ചെയ്യാനായിട്ട്? ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരു നല്ല ഡിസ്കൗണ്ട് ഇട്ടിട്ട് എന്ത് ഇഷ്യൂ ചെയ്തു? ഈ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്തു. പക്ഷെ ഇത് സീറോ കൂപ്പൺ ബോണ്ട്സ് ആയതുകൊണ്ട് തന്നെ ഇതിന് എന്തില്ല? ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ല. ഒരു ഇൻട്രസ്റ്റ് എന്തില്ല? ഇല്ല. ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ല. ഏതിന്? പാരിപ്പസി ബോണ്ടിന് ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള സീറോ കൂപ്പൺ ബോണ്ട്സിന് എന്തില്ല? പീരിയോഡിക്കൽ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ല. ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? സ്റ്റീപ്പ് ഡിസ്കൗണ്ടിലാണ്. ഇനി ഇതിനൊരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ ഇത് എന്ത് ചെയ്യും? റെഡീം ചെയ്യും. റെഡീം ചെയ്യുന്നത് ഏത് വാല്യൂലായിരിക്കും? ഫേസ് വാല്യൂലായിരിക്കും. റെഡീം ചെയ്യുന്ന ഏത് വാല്യൂലായിരിക്കും? ഫേസ് വാല്യൂവിലായിരിക്കും. ഓർത്ത് വെക്കുക, റെഡീം ചെയ്യുന്നത് ഫേസ് വാല്യൂവിലും, അതായത് 100 രൂപയ്ക്ക് തന്നെ എന്ത് ചെയ്യും? റെഡീം ചെയ്യും. തിരിച്ചു വാങ്ങുന്നത് 100 രൂപയ്ക്കായിരിക്കും. ഇഷ്യൂ ചെയ്യുന്ന എത്രയായിരിക്കും? 40 രൂപയ്ക്കായിരിക്കും. കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സീറോ കൂപ്പൺ ബോണ്ട്സ് നോക്കിയേ, ദ ബോണ്ട് വിച്ച് ഡു നോട്ട് ക്യാരി പീരിയോഡിക് ഇൻട്രസ്റ്റ് പേയ്മെന്റ്. എന്തില്ല? ഒരു പീരിയോഡിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഇല്ലാത്ത ബോണ്ടുകളെയാണ് എന്തെന്ന് പറയുന്നത്? സീറോ കൂപ്പൺ ബോണ്ട്സ് എന്ന് പറയുന്നത്. ദ ഇഷ്യൂവൻസ് ഓഫ് ദീസ് ബോണ്ട്സ് ആർ മെയ്ഡ് അറ്റ് ഈ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? മെയ്ഡ് അറ്റ് എ സ്റ്റീപ്പ് ഡിസ്കൗണ്ട് ഓവർ ഇറ്റ്സ് ഫേസ് വാല്യൂ ആൻഡ് റീപേ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? തിരിച്ചു മേടിക്കുന്നത് എങ്ങനെയായിരിക്കും? റീപേ അറ്റ് ഫേസ് വാല്യൂ ഓൺ മെച്ചൂരിറ്റി എത്തുമ്പോൾ തിരിച്ചു വാങ്ങുന്നത് എങ്ങനെയായിരിക്കും? ഫേസ് വാല്യൂവിലായിരിക്കും. മക്കളെ മനസ്സിലായോ? സീറോ കൂപ്പൺ ബോണ്ട്സ് മനസ്സിലായോ? കൃത്യമായി മനസ്സിലാക്കി വെക്കണേ. അടുത്തതാണ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് അല്ലേ? ഡിബഞ്ചേഴ്സ് ആർ ദ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ബൈ ദ കമ്പനി ആൻഡ് ഗവൺമെന്റ് ടു ഇഷ്യൂ എ ലോൺ. അതായത് ഡിബഞ്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. യൂസ് ചെയ്യുന്ന കമ്പനീസും ഗവൺമെന്റ്സും എന്താണ്? ലോൺ ഇഷ്യൂ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഡിബഞ്ചർ ഈസ് ആൻ അക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റ്. ഡിബഞ്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു അക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റ് ആണ്. ഓർഗനൈസേഷൻ ഹാസ് ടു ടേക്കൺ ഫ്രം ദി പബ്ലിക് അറ്റ് എ ലാർജ് ആയിട്ട് പബ്ലിക്കിൽ നിന്ന് എന്ത് നേടാനായിട്ട്? ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നേടാനായിട്ട് എന്താണ്? ഇഷ്യൂ ചെയ്യുന്ന ഒന്നാണ് എന്ന് പറയുന്നത്. ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് എന്ന് പറയുന്നത് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഡിബഞ്ചേഴ്സ് ആർ എ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ബൈ ദ കമ്പനീസ് ആൻഡ് ഗവൺമെന്റ് to issue loan. These loans is issued at a corporate. ഓർത്ത് വെക്കുക, ഈ ലോണുകൾ ഇഷ്യൂ ചെയ്യുന്ന ടു കോർപ്പറേറ്റ്സിനാണ്. എങ്ങനെയാണ്? ഓൺ ദെയർ റെപ്യൂട്ടേഷൻ. അവരുടെ റെപ്യൂട്ടേഷനെയും ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റിനെ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ഇഷ്യൂ ചെയ്യുന്നത്? ഈ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. ഈ ഡിബഞ്ചേഴ്സിന് ഒരുപാട് ടൈപ്സ് ഉണ്ട്. അത് എപ്പോഴും ചോദിക്കുന്നതാണ്. അതിലൊന്നാണ് എന്ന് പറയുന്നത് കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കുക, കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയുന്നുണ്ട്? ഈ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു സ്പെസിഫൈഡ് പീരീഡ്. ഇപ്പൊ പറയുവാണെങ്കിൽ 5 ഇയർ എന്ന് ഒരു സ്പെസിഫൈഡ് ഇയർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ, ഈ 5 വർഷത്തേക്കാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആ 5 വർഷം കഴിയുമ്പോൾ, ആ ഒരു പീരീഡ് ഫുൾഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഇത് കൺവേർട്ട് ചെയ്ത് എന്താക്കി മാറ്റാനായിട്ട് പറ്റും? ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റാനായിട്ട് പറ്റും. കമ്പനിയുടെ ഡിസ്ക്രിപ്ഷൻ പ്രകാരം, കമ്പനി തീരുമാനിക്കുന്ന പ്രകാരം 3 വർഷം കഴിയുമ്പോഴത്തേക്കിന് ഇത് മാറ്റാൻ പറ്റുമോ? ഇല്ല. കമ്പനി തീരുമാനിക്കുകയാണ് 3 വർഷം കഴിയുമ്പോഴത്തേക്കിന് ഇത് എന്ത് ചെയ്യാം? ഈ കൺവേർട്ടബിൾ ഡിബഞ്ചർ മാറ്റി എന്താക്കുക? ഈ ഡിബഞ്ചർ മാറ്റി ഇക്വിറ്റി ആക്കാന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. കമ്പനിയുടെ ഡിസ്ക്രിപ്ഷൻ പ്രകാരം പറ്റത്തില്ല. ഒരു സ്പെസിഫൈഡ് പീരീഡ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പർട്ടിക്കുലർ പീരീഡ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? കൺവേർട്ട് ചെയ്ത് ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റാൻ പറ്റുന്ന ഡിബഞ്ചറുകളെയാണ് എന്തെന്ന് പറയുന്നത്? കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. മക്കളെ സ്പീഡ് കൂടുതലാണോ? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? എന്താണ്? Convertible debentures can be converted into equity shares after the expiry of a specified period. ഇതുണ്ടോ? ഈ സെന്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് എ സ്പെസിഫൈഡ് പീരീഡ് ക്വസ്റ്റ്യൻ വന്ന, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ക്യാൻ ബി കൺവേർട്ടഡ്. കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എത്രയാണോ സ്പെസിഫൈഡ് ആയിട്ടുള്ള പീരീഡ് പറഞ്ഞിരിക്കുന്നത് ആ പീരീഡ് ഫുൾഫില്ല് ചെയ്താൽ. എന്താണ്? എത്രയാണോ ആ സ്പെസിഫൈഡ് ആയിട്ടുള്ള പീരീഡ് പറഞ്ഞിരിക്കുന്നത് ആ പീരീഡ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തതാണ് ഏതെന്ന് പറയുന്നത്, ഇനി എന്താണ്? ഓൺ അതർ ഹാൻഡ്സ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഈസ് ദോസ് വിച്ച് കനോട്ട് ബി കൺവേർട്ടഡ് ഇൻടു ഇക്വിറ്റി ഷെയർ. അപ്പോൾ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറയുന്നത് എന്താണ്? കൺവേർട്ട് ചെയ്യാൻ പറ്റും. നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
അത് കൺവേർട്ട് ചെയ്ത് ഇക്വിറ്റി ഷെയർ ആക്കാൻ പറ്റത്തില്ല അത്തരത്തിലുള്ള ഡിബഞ്ചറുകൾ. ഇപ്പം കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്നുള്ളൊരു പേര് വന്നതിന് തന്നെ കാരണം എന്താണ് സോ നോർമൽ ഡിബഞ്ചറുകൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൺവേർട്ട് ചെയ്ത് ഇക്വിറ്റി ആക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സിന് ആ പേര് വരാൻ കാരണം തന്നെ എന്താണ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഉള്ളത് കൊണ്ടാണ്. അതായത് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൺവേർട്ട് ചെയ്ത് എന്താക്കാനായിട്ട് പറ്റത്തില്ല, ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റാനായിട്ട് പറ്റത്തില്ല. ഇനി അടുത്തതാണ് റെഡീമബിൾ ഡിബഞ്ചേഴ്സ്. ആ പേരിൽ നിന്ന് തന്നെയുണ്ട് റെഡീമബിൾ ഡിബഞ്ചേഴ്സ്. അതായത് ഈ ഇത്തരത്തിലുള്ള ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. അതിൽ എന്ത് മെൻഷൻ ചെയ്തിരിക്കും, ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡേറ്റ് മെൻഷൻ ചെയ്തിരിക്കും. ആ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഡിബഞ്ചർ റെഡീം ചെയ്യാനായിട്ട് പറ്റും. ഈ ഡിബഞ്ചർ റെഡീം ചെയ്യാൻ, തിരിച്ചു വാങ്ങാനായിട്ട് പറ്റും. അത്തരത്തിലുള്ള ഡിബഞ്ചറുകളെയാണ് എന്തെന്ന് പറയുന്നത്, റെഡീമബിൾ ഡിബഞ്ചർ എന്ന് പറയുന്നത്. റെഡീമബിൾ ഡിബഞ്ചേഴ്സ് ക്യാരി എ സ്പെസിഫിക് ഡേറ്റ് ഓഫ് റിഡംഷൻ. ഇത് ഓർത്ത് വെച്ചോണേ, ക്യാരി എ സ്പെസിഫിക് ഡേറ്റ് ഓഫ് റിഡംഷൻ. റെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്തുണ്ട്, റെഡീമബിൾ ഡിബഞ്ചേഴ്സ് ക്യാരി എ സ്പെസിഫിക് ഡേറ്റ് ഓഫ് റിഡംഷൻ ഓൺ എ സർട്ടിഫിക്കറ്റ്. അതായത് ഈ ഒരു ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ എന്തുണ്ടായിരിക്കും, ഒരു സ്പെസിഫിക് ഡേറ്റ് ഓഫ് റിഡംഷൻ, ഇന്ന ഡേറ്റിൽ ഇത് റെഡീം ചെയ്യും എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടായിരിക്കും. എന്നിട്ട് കമ്പനി അതുകൊണ്ട് എന്താണ്, ഇങ്ങനെ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റും കൂടി കൊടുത്ത് ആ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡേറ്റ് ഓഫ് റിഡംഷൻ എന്നുള്ള ആ ഒരു സർട്ടിഫിക്കറ്റും കൂടി ഉള്ളത് കൊണ്ട് തന്നെ കമ്പനി ലീഗലി ബൗണ്ട് ആണ് ടു റീപേ ദ പ്രിൻസിപ്പൽ എമൗണ്ട്. ഈ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ത് ചെയ്യണം, റീപേ ചെയ്യണം ടു ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഓൺ ദാറ്റ് ഡേറ്റ്. ഉദാഹരണം പറയാം, 1 lakh rupees ഡിബഞ്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇഷ്യൂ ചെയ്യാണ്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനി എന്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്പെസിഫൈഡ് ഡേറ്റ് സർട്ടിഫിക്കറ്റും കൂടി അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് ഏതാണ്, ഒരു റെഡീമബിൾ ഡിബഞ്ചർ ആണ്. ഇന്ന ഡേറ്റിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 31 മാർച്ച് 2026 ഞാൻ എന്ത് ചെയ്തോളാം, ഇത് റെഡീം ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ 2026 മാർച്ച് 26 ആകുമ്പം കമ്പനി ലീഗലി ബൗണ്ട് ആണ് ഈ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുള്ള 1 ലക്ഷം രൂപ തിരിച്ചു കൊടുത്ത് ആ ഡിബഞ്ചറുകൾ തിരിച്ചു വാങ്ങാനായിട്ട്. അതാണ് പറഞ്ഞേക്കുന്നത്, ദ കമ്പനി ഈസ് ലീഗലി ബൗണ്ട് ടു റീപേ ദ പ്രിൻസിപ്പൽ എമൗണ്ട് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഓൺ ദാറ്റ് ഡേറ്റ്. ആ ഡേറ്റിൽ എന്ത് ചെയ്യണം, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചു കൊടുത്തിട്ട് അത് ആ ഒരു ഡിബഞ്ചർ വാങ്ങാൻ കമ്പനി ലീഗലി ബൗണ്ടഡ് ആണ്. ഇനി ഓൺ അതർ ഹാൻഡ്സ്, അപ്പൊ റെഡീമബിൾ ഡിബഞ്ചേഴ്സ് ഇങ്ങനെയാണെങ്കിൽ ഇറഡീമബിൾ ഡിബഞ്ചേഴ്സ് എങ്ങനെയായിരിക്കും, ഇറഡീമബിൾ ഡിബഞ്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, പെർപെച്വൽ ഡിബഞ്ചേഴ്സ് ആണ്. ഇറഡീമബിൾ ഡിബഞ്ചേഴ്സിന് പറയുന്ന മറ്റൊരു പേരെന്താണ്, പെർപെച്വൽ ഡിബഞ്ചേഴ്സ്. അതിനെന്താണ്, ഒരു പർട്ടിക്കുലർ റിഡംഷൻ പീരീഡ് ഒന്നും, ഒരു ഡേറ്റ് ഒന്നും അതിന് മെൻഷൻ ചെയ്തിട്ടില്ല. ഡു നോട്ട് ക്യാരി എനി ഡേറ്റ് ഓഫ് റിഡംഷൻ. എന്തില്ല, ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡേറ്റ് ഓഫ് റിഡംഷൻ ഒന്നും ഇല്ലാത്ത ഡിബഞ്ചറുകളെയാണ് ഇറഡീമബിൾ അല്ലെങ്കിൽ പെർപെച്വൽ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. മക്കളെ മറന്നുപോലെ, ഇറഡീമബിൾ ഡിബഞ്ചേഴ്സ് ഓർ പെർപെച്വൽ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് എന്തില്ല, ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡേറ്റ് ഓഫ് റിഡംഷൻ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അത്തരത്തിലുള്ള ഡിബഞ്ചറുകളെയാണ് എന്തെന്ന് പറയുന്നത്, ഇറഡീമബിൾ ഓർ പെർപെച്വൽ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ഇക്വിറ്റി ഷെയർ. എന്താണ് ഇക്വിറ്റി ഷെയർ? ഇക്വിറ്റി ഷെയറിന്റെ ക്ലാസിഫിക്കേഷൻ, അതിന്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ക്ലാസ് വേറെ ഉണ്ട്. ജസ്റ്റ് ഇക്വിറ്റി ഷെയർ എന്താണെന്ന് ഓർത്ത് വെക്കുക. ഇക്വിറ്റി ഷെയർസ് ആർ ദ മെയിൻ സോഴ്സ് ഓഫ് ഫിനാൻസ് ഓഫ് എ ഫേം. ഒരു ഫേമിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് ഏതെന്ന് പറയുന്നത്, ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ടു ദ ജനറൽ പബ്ലിക്. ഇത് ആർക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്, ജനറൽ പബ്ലിക്കിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് എൻജോയ് ദ പ്രിഫറൻഷ്യൽ റൈറ്റ്. ഓർത്ത് വെച്ചോണം, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്തില്ല, ഡു നോട്ട് എൻജോയ് ദ പ്രിഫറൻഷ്യൽ റൈറ്റ്. എന്ത് കാര്യത്തിലുള്ള പ്രിഫറൻഷ്യൽ റൈറ്റ് ആണ്, വിത്ത് റിഗാർഡ്സ് ടു ദ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ്. അതായത് ലിക്വിഡേഷന്റെ സമയത്ത് ക്യാപിറ്റൽ തിരിച്ചു കിട്ടാനും അതുപോലെ എന്താണ് പ്രോഫിറ്റ് ഒക്കെ ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം കിട്ടാനും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രിഫറൻസ് ഒന്നും ഇല്ലാത്ത ആളുകളാണ് ആരെന്ന് പറയുന്നത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് എൻജോയ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്തില്ല, ഡു നോട്ട് എൻജോയ് ദ പ്രിഫറൻഷ്യൽ റൈറ്റ് ഇല്ല വിത്ത് റിഗാർഡ്സ് ടു ദ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ്. ക്യാപിറ്റൽ ഡിവിഡൻഡ് ഒന്നും റീപേ ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഇല്ലാത്ത ആളുകളാണ് ആരെന്ന് പറയുന്ന, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന. ദേ ആർ എൻടൈറ്റിൽഡ് ടു എ റെസിഡ്യൂവൽ ഇൻകം ഓഫ് ദി കമ്പനി ബട്ട് ദേ ആർ എൻജോയിങ് ദ റൈറ്റ് ടു കൺട്രോൾ ദ അഫേഴ്സ് ഓഫ് ദി ബിസിനസ് ആൻഡ് ഓൾ ദ ഷെയർ ഹോൾഡേഴ്സ് കളക്റ്റീവ്ലി ദ ഓണേഴ്സ് ഓഫ് ദി കമ്പനി. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്തിനുള്ള റൈറ്റ് ഉണ്ട്, അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ട് അല്ലെ. എവിടെയാണ്, കമ്പനിയുടെ ഇന്റേണൽ ആയിട്ടുള്ള അഫേഴ്സിൽ ഇടപെടാനും. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ കളക്റ്റീവായിട്ട് പറയുന്നത് എന്താണ്, കമ്പനിയുടെ ഓണേഴ്സ് എന്നാണ് പറയുന്നത്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ എന്താണ് പറയുന്നത്, കമ്പനിയുടെ ഓണേഴ്സ് എന്നാണ് പറയുന്നത്. അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്.
ഇനി അടുത്തതാണ് ഏതെന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൻ്റെ ഒരു പ്രാധാന്യം ഏതിന് കൊടുക്കണം? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത് വേണം പഠിക്കാനായിട്ട്. ദ പ്രിഫറൻസ് ഷെയർസ് ആർ ദ ഷെയർസ് which are preferred over the common or equity shares in payment and surplus of the dividend. അപ്പോൾ ഓർത്ത് വെച്ച് എന്താണ് പ്രിഫറൻസ് ഷെയർസ് ആർ ദ ഷെയർസ് വിച്ച് ആർ പ്രിഫേർഡ് ഓവർ ദ കോമൺ ഓർ ഇക്വിറ്റി ഷെയർസ് ഇൻ ദ പേയ്മെന്റ് ഓഫ് സർപ്ലസ് ഓർ ഡിവിഡൻഡ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെ ഒരു ഓർഗനൈസേഷനിൽ സർപ്ലസ് ആയിട്ട് എന്താണ് എക്സസ് ആയിട്ടൊക്കെ എന്താണ് ഫണ്ട് വരുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഈ ഒരു എന്താണ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിവിഡൻഡ് ആയിട്ട് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം കിട്ടാനായിട്ട് ഒരു പ്രിഫറൻസ് ഉള്ള ആളുകളാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെക്കാളും ഒരു പ്രിഫറൻസ് ഉള്ള ആളുകളാണ് ആരെന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇവർക്ക് എന്തൊക്കെ കിട്ടാനാണ്? അതായത് കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് കിട്ടാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്? അത് അവരുടെ ആ ഒരു കൊടുത്ത ക്യാപിറ്റൽ കിട്ടാനായിട്ടും അതുപോലെ തന്നെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഡിവിഡൻഡ് കിട്ടാനൊക്കെ പ്രിഫറൻസ് ഉള്ള ആളുകളാണ് ആരെന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഇവർക്ക് കോമൺ ആയിട്ട് അല്ലെ എന്താണ് നോർമൽ സെൻസിൽ ഇവർക്ക് എന്തില്ല? വോട്ടിംഗ് റൈറ്റ് ഇല്ല കേട്ടോ. നോർമലി ഇവർക്ക് എന്തില്ല? കമ്പനിയിൽ വോട്ടിംഗ് റൈറ്റ് ഇല്ലാത്ത ആളുകളാണ്. ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഫസ്റ്റ് ടു ഗെറ്റ് ദ ഡിവിഡൻഡ്. ഓർത്ത് വെച്ചേ, ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഫസ്റ്റ് ടു ഗെറ്റ് ദ ഡിവിഡൻഡ്സ് ഇൻ ദ കേസ് ഓഫ് കമ്പനി ഡിസൈഡഡ് പേ ഔട്ട് ഡിവിഡൻഡ്. കമ്പനി പേ ഔട്ട് ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുക അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം കിട്ടാനായിട്ട് പ്രിഫറൻസ് ഉള്ള ആളുകളാണ് ആരെന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ദ ഓണേഴ്സ് ഓഫ് ദ പ്രിഫറൻസ് ഷെയർസ് ആർ ഗെറ്റ് ഡിവിഡൻഡ്. അതായത് പ്രിഫറൻസ് ഷെയറുകൾ ഓൺ ചെയ്യുന്ന ആരാണോ അവർക്ക് എന്ത് കിട്ടും? ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഡിവിഡൻഡ് കിട്ടും. ഹൗവർ ഇൻ ദ ഇവന്റ് ഓഫ് ലിക്വിഡേഷൻ, കമ്പനി വൈൻഡപ്പ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്, ലിക്വിഡേഷൻ നടക്കാൻ കമ്പനി എന്ത് ചെയ്യാണ്? നിർത്താനായിട്ട് വൈൻഡപ്പ് ചെയ്യാൻ ലിക്വിഡേഷൻ നടക്കുന്ന സമയമാണെങ്കിൽ ദ കമ്പനീസ് ആർ പെയ്ഡ്. ഓർത്ത് വെച്ചോണം, കമ്പനി എന്ത് ചെയ്യാണ്? എല്ലാവർക്കും ഓരോ പൈസ തിരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കമ്പനീസ് ആർ പെയ്ഡ് ആഫ്റ്റർ ബോണ്ട് ഹോൾഡേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. കമ്പനി ബോണ്ട് ഹോൾഡേഴ്സിനും ക്രെഡിറ്റേഴ്സിനും അവരുടെ ഫണ്ട് തിരിച്ചു കൊടുത്തതിന് ശേഷം എന്താണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുന്നേ, ബിഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുന്നേ കിട്ടാനായിട്ട് റൈറ്റ് ഉള്ള ആളുകളാണ് ആരെന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഒന്നുകൂടി ഓർത്ത് വെച്ചോണം, ഈ സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്, ഓർത്ത് വെച്ചോണം. ഹൗവർ ഇൻ ദ ഇവന്റ് ഓഫ് ലിക്വിഡേഷൻ സംഭവിക്കുന്ന സമയത്ത് അല്ലെ വൈൻഡപ്പ് നടക്കുന്ന സമയത്ത് എന്താണ് കമ്പനിയുടെ പേയ്മെന്റുകളെല്ലാം കൊടുത്തു തീർക്കുകയാണ്. അങ്ങനെ കൊടുത്തു തീർക്കുന്ന സമയത്ത് ബോണ്ട് ഹോൾഡേഴ്സിനും ക്രെഡിറ്റേഴ്സിനും കൊടുത്തതിന് ശേഷം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് കിട്ടാനായിട്ട് റൈറ്റ് ഉള്ള ആളുകളാണ് ആരെന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അടുത്തത് നമുക്ക് നോക്കാം ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 2010, 2011, 2012 ഈ 3 വർഷവും കമ്പനി എന്ത് ചെയ്തില്ല? ഡിവിഡൻഡ് കൊടുത്തില്ല. 2010, 2011, 2012 ഡിവിഡൻഡ് കൊടുത്തില്ല. 2013 കമ്പനി എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. 2013 കമ്പനി എന്ത് തീരുമാനിച്ചു? ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ 2010ലെയും 2011ലെയും 2012ലെയും ഡിവിഡൻഡുകൾ ഉണ്ടല്ലോ, ഈ അരിയർ ആയിട്ട് കിടക്കുന്ന കിട്ടാത്തത്, ഇത് മൂന്നും ചേർത്ത് ഉള്ള ആ ഒരു എമൗണ്ട് ഉണ്ടല്ലോ ക്യുമുലേറ്റ് ചെയ്യും. മൊത്തം കൂടി ക്യുമുലേറ്റ് ചെയ്ത ആ ഒരു എമൗണ്ട് കിട്ടി. ആ ഒരു എമൗണ്ട് ആർക്ക് കിട്ടണം? 2013 പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടിയതിന് ശേഷം മാത്രമേ ആർക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത്തരത്തിലൊരു റൈറ്റ് ഉള്ള ഷെയർ ഹോൾഡേഴ്സ് ആണ് ആരെന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, എ പ്രിഫറൻസ് ഷെയർസ് ഈസ് സെഡ് ടു ബി ക്യുമുലേറ്റീവ്. ഒരു പ്രിഫറൻസ് ഷെയർ ക്യുമുലേറ്റീവ് ആണ് എന്ന് പറയാൻ കാരണം when the arrears of the ഡിവിഡൻഡിനകത്ത് അരിയർ ഉണ്ടായി കഴിഞ്ഞാൽ ആർ ക്യുമുലേറ്റഡ് ആൻഡ് സച്ച് arrears are paid before paying the dividend of equity shareholders. ഒന്നുകൂടി ഓർത്ത് വെക്കുക, 2010, 2011, 2012 ഒക്കെ എന്താണ് അരിയർ ഉണ്ടായിരുന്നു. അതായത് എന്ത് കൊടുത്തിരുന്നില്ല? ഡിവിഡൻഡ് കൊടുത്തിരുന്നില്ല. ആർക്ക്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിരുന്നില്ല. ഈ അരിയർ ഉണ്ടായേക്കാണ് അവർക്ക് കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കാതിരുന്നുകൊണ്ട് ഈ ക്യുമുലേറ്റീവ് ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാതിരുന്നു. 2013 എന്തുണ്ടായി? പ്രോഫിറ്റ് ഉണ്ടായി. അവർ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ ഇത് 3 എണ്ണം കൂടിയുള്ള ക്യുമുലേറ്റ് ചെയ്ത എമൗണ്ട് ആർക്ക് കൊടുക്കണം? ഈ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷം മാത്രമേ ആർക്ക് കൊടുക്കാവുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാവുള്ളൂ എന്ന് ഉള്ള ഒരു റൈറ്റ് ഉള്ള ആളുകളാണ് ആരെന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ മക്കളെ? കൃത്യമായി മനസ്സിലാക്കി പോവുക കേട്ടോ. ദ ഷെയർസ് ഈസ് സെഡ് ടു ബി ക്യുമുലേറ്റീവ് when the arrears of the dividends are cumulative
ആൻഡ് സച്ച് അരിയേഴ്സ് ആർ പെയ്ഡ് ബിഫോർ പേയിങ് എനി ഡിവിഡൻഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. സപ്പോസ് എ കമ്പനി ഹാസ്, ഒരു കമ്പനിക്ക് എന്താണ് 10,008% ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹100 ഈച്ച്. ആ ഒരു കമ്പനിക്ക് എത്രയാണ് 10,008% ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. ഒരു പ്രിഫറൻസ് ഷെയറിന്റെ വില എന്ന് പറയുന്നത് ₹100. ആൻഡ് ദ ഡിവിഡൻഡ് ഓഫ് 2017 2017ലും 2018ലും എന്ത് ചെയ്തിട്ടില്ല, ഡിവിഡൻഡ് പേ ചെയ്തിട്ടില്ല, അതായത് അരിയർ ആയിട്ട് കയറുകയാണ്. The director become they can pay the dividend of equity shareholders after 2019. 2019 എന്താണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുന്നേ മസ്റ്റ് പേ ദ ഡിവിഡൻഡ് അരിയർ ഇൻ, അതായത് അരിയർ ആയിട്ടുള്ള ഡിവിഡൻഡ് ആർക്ക് കൊടുത്തിരിക്കണം, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിരിക്കണം, ഈ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിരിക്കണം. അടുത്തത് നോക്കിയാൽ, അടുത്തതാണ് പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ. പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ് എന്ന് പറയുന്ന പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും കൊടുത്തതിന് ശേഷവും വീണ്ടും മിച്ചം മൊത്തം എത്രയായിരുന്നു, ഒരു 1 lakh പ്രോഫിറ്റ് ഉണ്ടായിരുന്നെന്ന് വിചാരിക്കുക. നമ്മൾ എല്ലാവർക്കും എന്താണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു, ഡിവിഡൻഡ് കൊടുത്തു, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വരെ കൊടുത്തതിന് ശേഷം ഒരു 20,000 രൂപ എന്തുണ്ട്, ഒരു 20K എന്തുണ്ട് പ്രോഫിറ്റ് മിച്ചം ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റിന്മേൽ അവകാശമുള്ള, ആ പ്രോഫിറ്റിന്റെ ഷെയറിന്മേൽ അവകാശമുള്ള, അഡീഷണൽ ആയിട്ട് അവകാശമുള്ള ആളുകളെയാണ് പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആർ ദോസ് ഷെയർസ്, ഓർത്ത് വെക്കുക, പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആർ ദോസ് ഷെയർസ് വിച്ച് ആർ എൻടൈറ്റിൽഡ് ഇൻ അഡീഷൻ ടു പ്രിഫറൻസ് ഡിവിഡൻഡ്. പ്രിഫറൻസ് ഡിവിഡൻഡിനെക്കാളും കൂടുതലായിട്ട് അഡീഷണൽ ആയിട്ട് കിട്ടാനായിട്ട് റൈറ്റ് ഉള്ള ആളുകളാണ് ആരെന്ന് പറയുന്നത്, പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അറ്റ് എ ഫിക്സഡ് റേറ്റ്, എങ്ങനെയാണ്, ഒരു ഫിക്സഡ് റേറ്റിൽ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ബാലൻസ് പ്രോഫിറ്റ്, അതായത് അവൈലബിൾ ആയിട്ടുള്ള ബാലൻസ് ആയിട്ടുള്ള പ്രോഫിറ്റിന്മേൽ റൈറ്റ് ഉള്ള ആളുകളാണ് ആരെന്ന് പറയുന്നത്, പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ. ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ബാലൻസ് പ്രോഫിറ്റ് വിത്ത് ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആഫ്റ്റർ ദേ ഗെറ്റിംഗ് എ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷവും മിച്ചമുള്ള പ്രോഫിറ്റിൽ ഒരു സർട്ടൺ പെർസെൻറ്റേജ് കിട്ടാനായിട്ട് റൈറ്റ് ഉള്ള ആളുകളാണ് പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയയിലേക്ക് നമ്മൾ കടക്കുന്നതാണ്. ഇതിൽ തന്നെ ഉള്ള ഒന്നാണ് ലീസിംഗ്. എന്താണ് ലീസിംഗ്? ലീസിംഗിൽ നിന്നും ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. ലീസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ റൈറ്റ് ടു യൂസ് ആൻ എക്യുപ്മെന്റ് ഓർ ക്യാപിറ്റൽ ഗുഡ്സ് ഓൺ പേയ്മെന്റ് ഓഫ് എ പീരിയോഡിക് എമൗണ്ട്. They are two principal parties, lessee and lesser and lessee. ഓക്കെ ആണല്ലോ. ലീസിനകത്ത് ഇവിടെ നോക്കിയേ, എന്താണ് ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലീസിനകത്ത് ഒരു ക്യാപിറ്റൽ ഗുഡ്സ് അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ ഗുഡ്സ് എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ ഓണർഷിപ്പിലുള്ള ഒരു സാധനം ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെന്റ് വാങ്ങിക്കൊണ്ട് മറ്റൊരാൾക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ലീസ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, എൻ്റെ ഓണർഷിപ്പിലുള്ള ഒരു ക്യാപിറ്റൽ ഗുഡ്സ് അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ്, എൻ്റെ ഓണർഷിപ്പിലുള്ള ഒരു ക്യാപിറ്റൽ ഗുഡ്സ് അല്ലെങ്കിൽ എക്യുപ്മെന്റ് ഞാൻ എന്ത് ചെയ്യാണ്, പീരിയോഡിക്കൽ ആയിട്ടുള്ള ഒരു പേയ്മെന്റ് വാങ്ങിക്കൊണ്ട് മറ്റൊരാൾക്ക് എന്ത് ചെയ്യാണ്, ഉപയോഗിക്കാൻ കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ലീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ലീസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെന്റ് കിട്ടുന്നുണ്ട്. അപ്പം ഞാനാണ് ആരെന്ന് പറയുന്നത്, ലെസർ എന്ന് പറയുന്നത്. അതായത് ആ ഒരു പ്രോപ്പർട്ടിയുടെ ഓണർ അല്ലെ ആ ഒരു എക്യുപ്മെന്റിന്റെ ഓണർ ആരാണ്, ആ ഒരു ക്യാപിറ്റൽ ഗുഡ്സിന്റെ ഓണർ ആരാണ്, ഞാനാണ് ലെസർ എന്ന് പറയുന്നത്. എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള എമൗണ്ട് കിട്ടുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഇതിനകത്ത് വരുന്ന മറ്റൊരാളാണ് ലെസി. ലെസി എന്ന് പറഞ്ഞ ആളാരാണ്, പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെന്റ് കൊടുക്കുന്നതാണ്. അതായത് ഈ അസറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് കിട്ടുന്നത്, അതായത് ഈ അസറ്റ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ അസറ്റ് വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെന്റ് തന്നുകൊണ്ട് എന്ത് ചെയ്യുന്ന വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, ലെസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കുക, ലീസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലീസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ റൈറ്റ് ടു യൂസ്, ലീസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ റൈറ്റ് ടു യൂസ് ആൻ എക്യുപ്മെന്റ് or capital goods on payment of periodic amount. These are two principal parties. ഇതിനകത്ത് ആരാണ്, 2 principal parties included ആകുന്നുണ്ട്. 2 principal parties ഓഫ് ദി ലീസ്. ലീസിനകത്ത് 2 പ്രിൻസിപ്പൽ പാർട്ടീസ് ആണ് വരുന്നത്. അതിൽ ആദ്യത്തെ ആളാണ് ആരെന്ന് പറയുന്നത്, ലെസർ എന്ന് പറയുന്നത്. ലെസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹു ഈസ് ദ ആക്ച്വൽ ഓണർ ഓഫ് ദി എക്യുപ്മെന്റ്. ആ ഒരു എക്യുപ്മെന്റിന്റെ ആക്ച്വൽ ആയിട്ടുള്ള ഓണർ ആണ്. ആൻഡ് പെർമിറ്റിംഗ് യു ടു യൂസ് ദ അതർ പാർട്ടി, അതർ പാർട്ടിക്ക് ആ ഒരു അസറ്റ് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നയാളാണ്. അതുപോലെ തന്നെ
പേയ്മെന്റ് ഓഫ് എ പീരിയോഡിക് എമൗണ്ട്, ഒരു പേയ്മെന്റ് ഓഫ് പീരിയോഡിക് എമൗണ്ട് വാങ്ങിച്ചുകൊണ്ട്, ഒരു പീരിയോഡിക് ആയിട്ടുള്ള എമൗണ്ട് വാങ്ങിച്ചുകൊണ്ട് ആ അസറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുന്ന അതിന്റെ ഓണറാണ് ആരെന്ന് പറയുന്നത്, ലെസർ എന്ന് പറയുന്നത്. ഇനി ലെസി ആരാണ്? ഹു അക്വയർ ദ റൈറ്റ് ടു യൂസ് ആൻ എക്യുപ്മെന്റ്, ആ ഒരു എക്യുപ്മെന്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് കിട്ടുന്നയാൾ, ആ ഒരു എക്യുപ്മെന്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് കിട്ടുന്നയാളെയാണ് ആരെന്ന് പറയുന്നത്, ലെസി എന്ന് പറയുന്നത്. ഹു അക്വയർ ദ റൈറ്റ് ടു യൂസ് ആൻ എക്യുപ്മെന്റ് ഓൺ പേയ്മെന്റ് ഓഫ് എ പീരിയോഡിക് എമൗണ്ട്, ഒരു പീരിയോഡിക് എമൗണ്ട് കൊടുത്തുകൊണ്ട് ഒരു അസറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് കിട്ടുന്നയാളെയാണ് ആരെന്ന് പറയുന്നത്, ലെസി എന്ന് പറയുന്നത്. മക്കളെ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഈ ലീസിന്റെ പല ടൈപ്സ് ഉണ്ട് കേട്ടോ, ലീസിന്റെ പല ടൈപ്സ് ഉണ്ട്. അതിലെ ഫസ്റ്റ് വൺ ആണ് ഓപ്പറേറ്റിംഗ് ലീസ്. എന്താണ് ഓപ്പറേറ്റിംഗ് ലീസ്? ഇത്ര ഓർത്ത് വെക്കുക. നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു, ഒരു കമ്പ്യൂട്ടർ നിങ്ങളുടെ കയ്യിലുണ്ട്. കമ്പ്യൂട്ടറിന്റെ വില 1,00,000 രൂപയാണ്. കമ്പ്യൂട്ടറിന്റെ വില 1,00,000 രൂപയാണ്. ഈ 1,00,000 രൂപ വിലയുള്ള കമ്പ്യൂട്ടർ, 1,00,000 rupees വിലയുള്ള നിങ്ങളുടെ കമ്പ്യൂട്ടർ ഒരാൾ എന്ത് ചെയ്യാണ്, ഉപയോഗിക്കാനായിട്ട് ലീസിന് വാങ്ങിച്ചുകൊണ്ട് പോവാണ്. 2 ആഴ്ചത്തേക്കാണ് വാങ്ങിക്കുന്നത്. ഇവിടുത്തെ പീരീഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, 2 വീക്കിലേക്കാണ് വാങ്ങുന്നത്. ഒരു വീക്കിൽ ഒരു വീക്കിന്റെ റെന്റ് അല്ലെ ഒരു വീക്കിന്റെ പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ്, ഒരു 5,000 ആണെന്ന് വിചാരിക്കുക, 5,000 ആണ് എന്ന് വിചാരിക്കുക, 5K ആണ്. അപ്പോൾ 2 വീക്ക് അയാൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടി, 10K കിട്ടി അല്ലേ? 2 വീക്ക് യൂസ് ചെയ്യുമ്പോൾ എത്ര കിട്ടി, 10K കിട്ടി. 10K ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഇവിടെ ഇത്ര മനസ്സിലാക്കി വെക്കുക എന്നാണ്, 1,00,000 രൂപ വിലയുള്ള, അതായത് അതിന്റെ ഫുൾ കോസ്റ്റ് എന്ന് പറയുന്നത്, ആ ഒരു എക്യുപ്മെന്റ് ഫുൾ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 1,00,000 രൂപയാണ്. അത് യൂസ് ചെയ്യാനായിട്ട് ഒരാൾ മേടിച്ചുകൊണ്ട് പോവുകയാണ്. അയാൾ പീരിയോഡിക് ആയിട്ട് നമുക്ക് പേയ്മെന്റ് തരുന്നുണ്ട്. 2 വീക്കിലേക്കാണ് അയാൾ വാങ്ങിച്ചുകൊണ്ട് വന്നത്. പീരീഡ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അല്ലേ, ഓപ്പറേറ്റിംഗ് ലീസിന്റെ പീരീഡ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, വളരെ ചെറിയ പീരീഡിലേക്കാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ആ ഒരു 2 പീരീഡ് അയാൾ യൂസ് ചെയ്തതിന് ഒരു സർട്ടൺ എമൗണ്ട് തന്നു. പക്ഷെ അത് നമ്മളുടെ ഫുൾ കോസ്റ്റ് കവർ ചെയ്യാനായിട്ട് പറ്റിയോ? നമ്മളുടെ അസറ്റിന്റെ ഫുൾ കോസ്റ്റ് എത്രയാണ്, 1,00,000 രൂപ. ആ 1,00,000 രൂപ കവർ ചെയ്യാനുള്ള പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെന്റ് നമുക്ക് കിട്ടിയോ? ഇല്ല. അപ്പൊ അത്രേ ഉള്ളൂ ഏതെന്ന് പറയുന്നതാ ഈ ഒരു ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം ഓർത്ത് വെക്കേണ്ട, ഓപ്പറേറ്റിംഗ് ലീസിലെ ലീസ് പീരീഡ് എങ്ങനെയായിരിക്കും, വളരെ ഷോർട്ട് ആയിരിക്കും. ഓപ്പറേറ്റിംഗ് ലീസിലെ ലീസ് പീരീഡ് എങ്ങനെയായിരിക്കും, വളരെ ഷോർട്ട് ആയിരിക്കും. അസറ്റിന്റെ ഫുൾ കോസ്റ്റ് ആ ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ കവർ ചെയ്യാനായിട്ട് പറ്റില്ല. അസറ്റിന്റെ ഫുൾ കോസ്റ്റ് ഇവിടെ എത്ര ഞാൻ പറഞ്ഞു, 1,00,000 രൂപയായിരുന്നു. ഈ 1,00,000 രൂപ പീരിയോഡിക്കലായിട്ട് പേയ്മെന്റ് കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്, അസറ്റിന്റെ ഫുൾ കോസ്റ്റ് കവർ ചെയ്യാൻ പറ്റത്തില്ലാത്ത തരത്തിലുള്ള ലീസാണ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. നമുക്ക് നോക്കാം എന്താണ് ഓപ്പറേറ്റിംഗ് ലീസ്. മക്കളെ വളരെ സിമ്പിൾ ആണ്, മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള, കൊമേഴ്സിൽ ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റ് ആണ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും എന്ത് ചെയ്യാൻ പറ്റും, പിക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നോക്കിയേ എന്താണ് ഓപ്പറേറ്റിംഗ് ലീസ്. ദിസ് ടൈപ്സ് ഓഫ് ലീസ് ട്രാൻസാക്ഷൻ ദ പ്രൈമർലി ലീസ് പീരീഡ് ഷോർട്ട്. നോക്കിയേ, ദ പ്രൈമർലി ലീസ് പീരീഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഷോർട്ട് ആണ് അല്ലെ, വളരെ ചെറിയ ലീസ് പീരീഡ് ആണ്. ആൻഡ് ദ ലെസർ വുഡ് നോട്ട് able to realize the full cost of equipment. ആ എക്യുപ്മെന്റിന്റെ ഫുൾ കോസ്റ്റ് ഒന്നും ഈ ഷോർട്ട് പീരീഡിനുള്ളിൽ ലെസർക്ക് എന്താണ് റിയലൈസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എന്താണ് പറഞ്ഞേക്കുന്നത്, the lessor would not able to realize the full cost of the equipment and their incidental charges thereon during the initial lease period. അതായത് ഇനീഷ്യൽ ആയിട്ടുള്ള ലീസ് പീരീഡ് എങ്ങനെയാണ്, വളരെ ഷോർട്ട് ആണ് അല്ലെ. ഇനീഷ്യൽ ആയിട്ടുള്ള ലീസ് പീരീഡ് വളരെ ഷോർട്ട് ആണ്. അതുകൊണ്ട് തന്നെ ഈ അസറ്റിന്റെ ഫുൾ കോസ്റ്റ് ഒന്നും റിയലൈസ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് എന്ത് പറ്റത്തില്ല, ഈ ഓപ്പറേറ്റിംഗ് ലീസ് കൊണ്ട് സാധിക്കത്തില്ല. ഇതൊരു ടെമ്പററി നേച്ചറിലുള്ള ലീസാണ്, ഒരു ലോങ് പീരീഡിലേക്കുള്ളതൊന്നല്ല, ഒരു ടെമ്പററി നേച്ചറിലുള്ളതാണ്. ദ കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് എക്യുപ്മെന്റ്, ഓർത്ത് വെച്ചോണം, കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് എക്യുപ്മെന്റ്സ് ആർ ദ വെരി കോമൺ അസറ്റ്സ് വിച്ച് ആർ ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദി ഓപ്പറേറ്റിംഗ് ലീസ് എഗ്രിമെന്റ്. ഓപ്പറേറ്റിംഗ് ലീസ് എഗ്രിമെന്റിന്റെ സബ്ജക്ട് മാറ്റർ ആയിട്ട് സാധാരണയായിട്ട് വരുന്ന ഏതൊക്കെയാണ്, കമ്പ്യൂട്ടറും ഓഫീസ് എക്യുപ്മെന്റ്സുകളും ഒക്കെയാണ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അടുത്ത ലീസാണ് ഏതെന്ന് പറയുന്ന ഫിനാൻഷ്യൽ ലീസ്. രണ്ടാമത്തെ ലീസാണ് ഫിനാൻഷ്യൽ ലീസ്. മക്കളെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്ന ഒരു ടെമ്പററി നേച്ചറിൽ, അതായത് വളരെ ഷോർട്ട് പീരീഡിലേക്കാണെന്നുള്ളത്. എന്നാൽ ഫിനാൻഷ്യൽ ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് പീരീഡിലേക്കുള്ള ലീസാണ് ഏതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലീസ്. ഒന്നാമതായിട്ട് ഓർത്ത് വെക്കേണ്ടത് ലോങ് പീരീഡിലേക്കുള്ള ലീസാണ് എന്ന് പറയുന്നത് ഈ ഒരു ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത്. അതായത് ലെസറുടെ കയ്യിലിരിക്കുന്ന സാധനം ലെസി വാങ്ങിക്കൊണ്ട് പോവുകയാണ് ഉപയോഗിക്കാനായിട്ട്. ഉപയോഗിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ഒരു അസറ്റിന്റെ എക്കണോമിക് ലൈഫ് അല്ലെങ്കിൽ യൂസ്ഫുൾ ലൈഫ് മൊത്തം ഇത് ആരുടെ കയ്യിലായിരിക്കും, ലെസിയുടെ കയ്യിലായിരിക്കും.
അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീസാണ് ഏതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലീസ്. മക്കളെ ശ്രദ്ധിക്കണം, ഫിനാൻഷ്യൽ ലീസിനകത്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഫിനാൻഷ്യൽ ലീസ്, അതായത് നമ്മൾ നേരത്തെ പഠിച്ച ഏതാണ് നമ്മളുടെ ഓപ്പറേറ്റിംഗ് ലീസ്. ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത് ടെമ്പററി നേച്ചറിലുള്ളതാണ്. ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത് ഏത് നേച്ചറിലാണ്? ടെമ്പററി നേച്ചറിലുള്ളതാണ്. എന്നാൽ ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത് ഏത് നേച്ചറിലുള്ളതാണ്? ഒരു പെർമനന്റ് അല്ലെങ്കിൽ ഒരു ലോങ് പീരീഡിലേക്കുള്ളതാണ്. അത് ഷോർട്ട് പീരീഡ് അല്ല, ഒരു ലോങ് പീരീഡിലേക്കുള്ളതാണ്. അതായത് ലെസറിന്റെ കയ്യിൽ നിന്ന് ലെസി എന്ത് ചെയ്യാണ്? ഒരു സാധനം, ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ ഗുഡ്സ് യൂസ് ചെയ്യാനായി വാങ്ങിച്ചുകൊണ്ട് പോയാൽ ആ ക്യാപിറ്റൽ ഗുഡ്സിന്റെ എക്കണോമിക് ലൈഫ് അല്ലെങ്കിൽ അതിന്റെ യൂസ്ഫുൾ ലൈഫ് മുഴുവൻ അതാരുടെ കയ്യിലായിരിക്കും? ലെസിയുടെ കയ്യിലായിരിക്കും. അതായത് ലെസി എന്ത് ചെയ്യുകയാണ്? ലെസറുടെ കയ്യിൽ നിന്ന് ഒരു ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് യൂസ് ചെയ്യാനായിട്ട്. പീരിയോഡിക് പേയ്മെന്റ് കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു അസറ്റിന്റെ എക്കണോമിക് ലൈഫ് ഫുൾ അത് ആരുടെ കയ്യിലായിരിക്കും? ലെസിയുടെ കയ്യിലായിരിക്കും. അതുകൊണ്ട് തന്നെ ലെസർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ഒരു അസറ്റിന്റെ ഫുൾ കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? റിയലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതായത് 1 ലക്ഷം രൂപ അല്ലെ 10 ലക്ഷം രൂപ വാല്യൂ ഉള്ള ഒരു അസറ്റ് ആണ് എന്ന് വിചാരിക്കുക. ഈ ഒരു അസറ്റ് അല്ലെങ്കിൽ ഈ 10 ലക്ഷം രൂപ വാല്യൂ ഉള്ള ഈ ഒരു എക്യുപ്മെന്റ് ആര് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്? ലെസി വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ഉപയോഗിക്കാനായിട്ട്. ലെസി പീരിയോഡിക്കലായിട്ട് ഒരു 10K വീതം കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. 10K വീതം കൊടുക്കുന്നുണ്ട്. ഒരു 10 വർഷത്തേക്കോ 15 വർഷത്തേക്കോ ആണ് എന്ത് ചെയ്യുന്നത്? ലെസി ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈ ഫുൾ കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? റിയലൈസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ലോങ് പീരീഡിലേക്കുള്ള ലീസാണ് ഏതെന്ന് പറയുന്നത് നമ്മളുടെ ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചോണം, ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്ന ഒരു ലോങ് പീരീഡിലേക്കാണ്. അസറ്റിന്റെ ഫുൾ കോസ്റ്റ് റിയലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു അസറ്റിന്റെ എക്കണോമിക് ലൈഫ് ഫുൾ ഇത് ആരുടെ കയ്യിലായിരിക്കും? ലെസിയുടെ കയ്യിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ അസറ്റിന്റെ എക്കണോമിക് ലൈഫ് ഫുൾ ഇത് ആരുടെ കയ്യിലിരിക്കുകയാണ്? ലെസിയുടെ കയ്യിലിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്യുപ്മെന്റിന്മേൽ ഉണ്ടാകുന്ന എല്ലാ റിസ്കുകളും, ഈ ഒരു എക്യുപ്മെന്റിന്മേൽ ഉണ്ടാകുന്ന എല്ലാ നേട്ടങ്ങളും, എല്ലാ ബെനിഫിറ്റുകളും, എല്ലാ റിസ്കുകളും ആർക്കുള്ളതായിരിക്കും? ലെസിക്കുള്ളതായിരിക്കും. അതായത് ഇപ്പം ലെസി എന്ത് ചെയ്യുകയാണ്? ലെസറുടെ കയ്യിൽ നിന്ന് ഈ ഒരു എക്യുപ്മെന്റ് വാങ്ങിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാപിറ്റൽ ഗുഡ്സ് ആണ് വാങ്ങിച്ചുകൊണ്ട് പോയെന്ന് വിചാരിക്കുക. ഈ ക്യാപിറ്റൽ ഗുഡ്സിന്മേൽ ഉണ്ടാകുന്ന എല്ലാ നേട്ടവും, ഈ ലീസ് പീരീഡിൽ ഉണ്ടാകുന്ന എല്ലാ നേട്ടവും ആർക്കുള്ളതായിരിക്കും? ലെസിക്കുള്ളതായിരിക്കും. എന്തെല്ലാം റിസ്ക് ഈ ക്യാപിറ്റൽ ഗുഡ്സിന്മേൽ ഉണ്ടായാലും അതും ആർക്കുള്ളതായിരിക്കും? ലെസിക്കുള്ളതായിരിക്കും. പക്ഷെ ലീഗൽ ടൈറ്റിൽ ആരുടെ അടുത്ത് തന്നെയായിരിക്കും? ലെസറുടെ കയ്യിൽ തന്നെയായിരിക്കും. അതായത് ഈ ക്യാപിറ്റൽ ഗുഡ്സിന്റെ ഓണർഷിപ്പിലുള്ള ആ ഒരു ലീഗൽ ആയിട്ടുള്ള ടൈറ്റിൽ ആരുടെ പേരിൽ തന്നെയായിരിക്കും? ലെസറുടെ കയ്യിൽ തന്നെയായിരിക്കും. മക്കളെ വളരെ സിമ്പിൾ ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. കൃത്യമായി മനസ്സിലാക്കി വെച്ചോണം. ഒരു അസറ്റ് ഒരു ലോങ് പീരീഡിലേക്ക്, ഒരു എക്യുപ്മെന്റ് ലോങ് പീരീഡിലേക്ക് എന്നാണ് ലീസിന് കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത്. അതായത് ആ അസറ്റിന്റെ എക്കണോമിക് ലൈഫ് മുഴുവൻ ഇത് ആരുടെ കയ്യിലായിരിക്കും? ലെസിയുടെ കയ്യിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു അസറ്റിന്മേൽ ഉണ്ടാകുന്ന, ഈ ഒരു ലീസിന് കൊടുത്ത ഈ ഒരു എക്യുപ്മെന്റിന്മേൽ ഉണ്ടാകുന്ന എല്ലാ ബെനിഫിറ്റുകളും എല്ലാ റിസ്കുകളും ആർക്കുള്ളതായിരിക്കും? ലെസിക്ക് തന്നെയായിരിക്കും. എക്സെപ്റ്റ് ദ ലീഗൽ ടൈറ്റിൽ. ലീഗൽ ടൈറ്റിൽ ആരുടെ കയ്യിലായിരിക്കും? ലെസറുടെ കയ്യിലായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഗുഡ്സിന്റെ എക്കണോമിക് ലൈഫ് മുഴുവൻ ലെസിയുടെ കയ്യിൽ ആയതുകൊണ്ട് തന്നെ പീരിയോഡിക് ആയിട്ടുള്ള പേയ്മെന്റ് ഇങ്ങനെ എക്കണോമിക് ലൈഫിൽ ഫുള്ള് കൊടുത്തോണ്ടിരിക്കുമല്ലേ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്? ഈ അസറ്റിന്റെ ഫുൾ കോസ്റ്റ് റിയലൈസ് ചെയ്തെടുക്കാൻ ആർക്ക് പറ്റുന്നുണ്ട്? ലെസർക്ക് പറ്റുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് നോക്കാം എന്താണെന്ന്. As the against of temporary nature of operating lease agreement, financial lease agreement is a long term arrangement. Financial lease agreement എന്ന് പറയുന്നത് എന്താണ്? ഒരു long term arrangement ആണ്, which is generally the full economic life of leased asset. അതായത് ഇതിനകത്ത് എന്താണ്? ഒരു അസറ്റിന്റെ എക്കണോമിക് ലൈഫ് മുഴുവൻ ഇത് എന്തിലേക്ക് ആവുകയാണ്? ഈ ലീസിലേക്ക് ആവുകയാണ്. ഒരു അസറ്റിന്റെ എക്കണോമിക് ലൈഫ് മുഴുവൻ, which is generally the full economic life of leased asset. അപ്പൊ ഈ ഒരു പീരീഡിൽ എന്താണ്? ഈ ഒരു അസറ്റിന്റെ എക്കണോമിക് ലൈഫ് ഫുൾ ഉണ്ട്. അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് മുഴുവൻ ഈ ഒരു ലീസ് പീരീഡിൽ ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ഫിനാൻഷ്യൽ ലീസ് ഇൻവോൾവ്സ്, ഓർത്ത് വെക്കുക, ഫിനാൻഷ്യൽ ലീസ് ഇൻവോൾവ്സ് ട്രാൻസ്ഫറിങ്, ഓർത്ത് വെച്ചാണ്, ട്രാൻസ്ഫറിങ് ഓൾമോസ്റ്റ് ഓൾ റിസ്ക്, എല്ലാ റിസ്കുകളും ഇൻസിഡന്റൽ ഓർ ഓണർഷിപ്പ് ആൻഡ് ബെനിഫിറ്റ്സ് അറൈസിംഗ് ദർ ട്രാൻസ്ഫോം ഫ്രം എക്സെപ്റ്റ് ലീഗൽ ടൈറ്റിൽ ടു ദ ലെസി. ലെസിയിലേക്ക് ലീഗൽ ടൈറ്റിൽ ഒഴികെ, ആ ഒരു എക്യുപ്മെന്റിന്റെ ലീഗൽ ടൈറ്റിൽ ഒഴികെ അതിന്റെ ഓണർഷിപ്പിന്മേലുള്ള എല്ലാ ബെനിഫിറ്റുകളും ഓണർഷിപ്പിന്മേലുള്ള എല്ലാ റിസ്കുകളും എല്ലാം ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ലെസിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പക്ഷെ ലീഗൽ ടൈറ്റിൽ ആരുടെ കയ്യിൽ തന്നെ ആയിരിക്കും. അതായത് ആ ഒരു പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് ടൈറ്റിൽ എന്താണ്? ലെസറുടെ കയ്യിലായിരിക്കും. പക്ഷെ ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പിന്മേലുള്ള എല്ലാ റിസ്കുകളും എല്ലാ ബെനിഫിറ്റുകളും ആർക്കുള്ളതായിരിക്കും? ലെസിക്കുള്ളതായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ മക്കളെ? ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണം, ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അടുത്തതാണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ്.
സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ക്രൈസിസ് വരികയാണ്, ഹ്യൂജ് ആയിട്ടുള്ള ഒരു ലോസസ് വരികയാണ്, ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഫണ്ട് അറേഞ്ച്മെന്റ് നമുക്ക് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ കയ്യിലിരിക്കുന്ന ഒരു എക്യുപ്മെന്റ് മറ്റൊരാൾക്ക് വിൽക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലിരിക്കുന്ന ഒരു ക്യാപിറ്റൽ ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യണം, മറ്റൊരാളുടെ അടുത്തേക്ക് വിൽക്കും. എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് അത് എന്ത് ചെയ്യും, ലീസിൽ, ഫിനാൻഷ്യൽ ലീസിൽ എടുക്കും. അതായത് നമ്മൾ തന്നെയാണ് വീണ്ടും അത് ഉപയോഗിക്കുന്നത്. അതായത് ആദ്യം നമ്മളുടെ ഒരു പ്രോപ്പർട്ടി ആയിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ എക്യുപ്മെന്റ് ആയിരുന്നു, നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു ഹ്യൂജ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് വരുന്നു, നമ്മൾ ഈ എക്യുപ്മെന്റ് എന്ത് ചെയ്യും, മറ്റൊരാൾക്ക് വിൽക്കും. വിറ്റതിന് ശേഷം അയാൾക്ക് പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെന്റ് കൊടുത്തുകൊണ്ട് ആ സാധനം ഫിനാൻഷ്യൽ ലീസിൽ നമ്മൾ എടുത്ത് യൂസ് ചെയ്യും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു, ഒരു എക്യുപ്മെന്റ് ഉണ്ടായിരുന്നു, എ അത് ആർക്ക് വിറ്റു, ബിക്ക് വിറ്റു. എന്നിട്ട് എന്ത് ചെയ്യാണ്, ബിയുടെ കയ്യിൽ നിന്ന് ഇതേ എക്യുപ്മെന്റ് തന്നെ ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെന്റ് മേടിച്ചുകൊണ്ട് ഫിനാൻഷ്യൽ ലീസിൽ എ എടുത്ത് യൂസ് ചെയ്യുന്നതിനെയാണ് ഏതെന്ന് പറയുന്നത്, സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ് എന്ന് പറയുന്നത്. ആദ്യം സെയിൽ നടക്കും, പിന്നെ എന്ത് ചെയ്യും, അത് ലീസിന് എടുക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. അണ്ടർ ദിസ് എഗ്രിമെന്റ് ആൻ അസറ്റ്സ് വിച്ച് ഈസ് ഓൾറെഡി എക്സിസ്റ്റ് ആൻഡ് ഇഷ്യൂഡ് ബൈ ദ ലെസി ഇൻ ദി ഫസ്റ്റ് സോൾഡ്, ഫസ്റ്റ് എന്ത് ചെയ്യും, അത് വിൽക്കും. ഫസ്റ്റ് സോൾഡ് ടു ദ ലെസർ ഫോർ എ കൺസിഡറേഷൻ വാങ്ങിച്ചുകൊണ്ട് അത് എന്ത് ചെയ്യും, വിൽക്കും. ഒരു ഹ്യൂജ് ആയിട്ടുള്ള ക്രൈസിസ്, ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോഴും ഹ്യൂജ് ആയിട്ടുള്ള ഫണ്ട് അറേഞ്ച്മെന്റ് വരുമ്പോഴൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ദ സെയിം അസറ്റ് ദെൻ അക്വയർ ഫോർ ദ യൂസ് അണ്ടർ ഫിനാൻഷ്യൽ ലീസ്. ഫിനാൻഷ്യൽ ലീസിൽ എന്ത് ചെയ്യും, ആ ഒരു സെയിം അസറ്റ് തന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ലീസിൽ എടുക്കും. ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് റേസിംഗ് ദ ഫണ്ട് ഇമ്മീഡിയറ്റ്ലി. എന്തിനു വേണ്ടിയാണ്, ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് റേസിംഗ് ദ ഫണ്ട് ഇമ്മീഡിയറ്റ്ലി റിക്വയർഡ് ബൈ ദ ലെസി ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് അതർ പർപ്പസ്. വർക്കിംഗ് ക്യാപിറ്റലിനോ മറ്റ് അതർ പർപ്പസിനോ ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ക്യാഷ് ആവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷനിലാണ് ഇത്തരത്തിലുള്ള ലീസ് നടക്കുന്നത്. ദീസ് ലീസ് കണ്ടിന്യൂ ടു മേക്ക് ദ എക്കണോമിക് യൂസ് ഓഫ് ദി അസറ്റ്സ് ആൻഡ് എഗൻസ്റ്റ് ദ പേയ്മെന്റ് ഓഫ് ദ ലീസ് റെന്റൽ ബൈ ദ ഓണർഷിപ്പ് ഓഫ് ഇറ്റ്സ് വിത്ത് ലെസർ. അതായത് ഒന്നുമില്ല, നിങ്ങൾ ഒന്നും അറിയത്തില്ലെങ്കിൽ ഇത്രയും ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ വീട്, നിങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീടാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, പെട്ടെന്നൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു, നിങ്ങൾ എന്ത് ചെയ്തു, ആ വീട് മറ്റൊരാൾക്ക് വിറ്റതിന് ശേഷം എന്ത് ചെയ്യണം, അയാളുടെ കയ്യിൽ നിന്ന് ആ വീട് വാടകയ്ക്ക് എടുത്തിട്ട് മാസം അയാൾക്ക് ഒരു പേയ്മെന്റ് കൊടുത്ത് അവിടെ താമസിക്കുകയാണ്. പക്ഷേ അതൊരു ഫിനാൻഷ്യൽ ലീസിലാണെന്ന് ഓർക്കണം, ഒരു ലോങ് പീരീഡിലേക്കാണ്. അതായത് ആ വീട് നശിച്ചു പോകുന്ന കാലം വരെ നിങ്ങൾ എന്താണ്, നിങ്ങൾ തന്നെയാണ് അവിടെ താമസിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ കാലം വരെ അയാൾക്ക് എന്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ് എന്ന് പറയുന്നത്. ആ ലാസ്റ്റ് വൺ ആണ് ഏതെന്ന് പറയുന്നത്, ലിവറേജ്ഡ് ലീസ്. ഏതാണ് മക്കളെ, ലിവറേജ്ഡ് ലീസ്. ലിവറേജ്ഡ് ലീസ് എന്ന് പറയുമ്പം നിങ്ങൾ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതുവരെ പറഞ്ഞ എല്ലാ ലീസിലും 2 പാർട്ടീസ് മാത്രമായിരുന്നു ഉള്ളത്. ലിവറേജ്ഡ് ലീസിൽ 3 പാർട്ടീസ് വരുന്നുണ്ട്. ലിവറേജ്ഡ് ലീസിൽ എത്ര പാർട്ടീസ് വരുന്നുണ്ട്, 3 പാർട്ടീസ് വരുന്നുണ്ട്. അതായത് ലെസറുമുണ്ട്, ലെസിയുമുണ്ട്, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ട്. ലെസറുമുണ്ട്, ലെസിയുമുണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. മോസ്റ്റ് പ്രോബബ്ലി അതെന്താണ്, ബാങ്ക്. അതായത് ഒരു ലെസറുമുണ്ട്, ലെസിയുമുണ്ട്, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ട്. ഒന്നുമില്ല, ലെസർ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യാണ്, ബാങ്കിൽ നിന്ന് ബോറോ ചെയ്യും. ബാങ്കിൽ നിന്ന് ബോറോ ചെയ്തിട്ട് അത് എന്തിന് കൊടുക്കും, ലീസിന് കൊടുക്കും. ലീസിന് കൊടുത്തിട്ട് ആ ലീസ് മേടിച്ച ലെസിയുടെ കയ്യിൽ നിന്ന് ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെന്റ് മേടിച്ചിട്ട് അതിനേക്കാളും കുറച്ച് തുകയായിരിക്കും എന്ത് വരുന്നത്, ബാങ്കിൽ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് അയാൾ ഒരു 50,000 എടുത്തു. 50,000 എടുത്തു കഴിയുമ്പം ആരാണ്, എ ആണ് 50,000 രൂപ ഇവിടെ നിന്ന് എടുത്തത്, ബാങ്കിൽ നിന്ന് എടുത്തത്. എക്ക് ബാങ്കിലോട്ട് പലിശയായിട്ട് എത്ര രൂപ അടയ്ക്കണം, ഒരു 10,000 രൂപ അടയ്ക്കണം എന്ന് വിചാരിക്കുക. 10,000 രൂപ ബാങ്കിലോട്ട് എന്ത് അടയ്ക്കണം, പലിശയായിട്ട് അടയ്ക്കണം. എ എന്ത് ചെയ്തു, ഈ സാധനം ആർക്ക് കൊടുത്തു, ബിക്ക് കൊടുത്തു. എന്നിട്ട് ബിയുടെ കയ്യിൽ നിന്ന് ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെന്റ് ആയിട്ട് 25K മേടിക്കും. ഓരോ മാസവും 25K മേടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ബാങ്കിലേക്ക് എത്ര അടയ്ക്കും, 10K അടയ്ക്കും. ബാക്കി മിച്ചമുള്ള 15K എന്ന് പറയുന്നത് ഏക്കൊരു പ്രോഫിറ്റ് ആയിരിക്കും. അതായത് ഒരു ഫിനാൻഷ്യൽ ലീസ്, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എന്ത് ചെയ്യും, ബോറോ ചെയ്തിട്ടായിരിക്കും ഇവിടെ ലീസ് കൊടുക്കുന്നത്. അതിലൂടെ ലീസിലൂടെ പ്രോഫിറ്റ് നേടാനായിട്ടാണ് ഇവിടെ ശ്രമിക്കുന്നത്. അതായത് ലിവറേജ്ഡ് ലീസ് ഈസ് ആൻ അറേഞ്ച്മെന്റ്. ലിവറേജ്ഡ് ലീസ് എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് where the lesser finance the lease by taking a loan. അതായത് എന്താണ്, ഒരു ലെൻഡറുടെ കയ്യിൽ നിന്ന് ഒരു ലോൺ ടേക്ക് ചെയ്തിട്ടാണ് ലെസർ എന്ത് ചെയ്യുന്നത്, ലീസ് നടത്തുന്നത്. ദ പാർട്ടി ലീസിങ് ദ അസറ്റ്സ് പേ ദ ലെസർ മന്ത്ലി. ലെസർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മന്ത്ലി ആയിട്ട് ആ ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെന്റ് ആര് കൊടുക്കും, ലെസർ കൊടുക്കും. ദ ലെസർ ഇൻ ടേംസ് ടു റെമിറ്റ് ദ പേയ്മെന്റ് ഓഫ് ഫിനാൻസിങ് കമ്പനി. എന്നിട്ട് ലെസർ എന്ത് ചെയ്യും, അതിനകത്തുനിന്നൊരു പോർഷൻ എടുത്ത് ഫിനാൻസിങ് കമ്പനിക്ക് പേയ്മെന്റ് കൊടുക്കും. ദിസ് അലൗസ് ദ ലെസർ ടു പ്രൊവൈഡ് എ ലീസ് ആൻഡ് പ്രോഫിറ്റ് ഫ്രം ദി. അതായത് ലെസർക്ക് ഇതിലൂടെ എന്താണ്, ഈ ലീസിലൂടെ ഒരു പ്രോഫിറ്റും കൂടി ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ 3 പാർട്ടീസ് ഉള്ള ലീസാണ് എന്ന് പറയുന്നത് ലിവറേജ്ഡ് ലീസ്. ആരൊക്കെയാണ്, ലെസർ, ലെസി, അതുപോലെ തന്നെ എന്താണ്, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. മക്കളെ നോക്കിയേടാ, ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, വന്ന ഒരു ക്വസ്റ്റ്യൻ ആണേ, ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്.
wealth maximization is considered a superior objective over profit maximization in financial management. ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ പ്രോഫിറ്റ് മാക്സിമൈസേഷനെക്കാളും സുപ്പീരിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആണ് വെൽത്ത് മാക്സിമൈസേഷൻ. ശരിയാ അല്ലേ? റീസൺ നോക്കിയേ, വെൽത്ത് മാക്സിമൈസേഷൻ ഫോക്കസിങ് ഓൺ മാക്സിമൈസിങ് EPS. വെൽത്ത് മാക്സിമൈസേഷൻ ഫോക്കസ് ചെയ്യുന്ന എന്ത് മാക്സിമൈസ് ചെയ്യാനാണ്? EPS, ഏർണിംഗ് പെർ ഷെയർ ആൻഡ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ. രണ്ടും ശരിയാ അല്ലേ? അസേർഷനും ശരിയാണ്, റീസണും ശരിയാണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. വെൽത്ത് മാക്സിമൈസേഷൻ കൺസിഡർ ദ ബോത്ത് EPS ആൻഡ് മാർക്കറ്റ് പ്രൈസ് ലീഡിംഗ് ഹയർ ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ അൺലൈക്ക് ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ വിച്ച് ഇഗ്നോർ ദ ടൈം വാല്യൂ ഓഫ് മണി ആൻഡ് റിസ്ക്. റിസ്കിനെയും ടൈം വാല്യൂ മണിയൊക്കെ എന്താണ്, റിസ്ക്കും ടൈം വാല്യൂ ഓഫ് മണി ഒന്നും കൺസിഡർ ചെയ്യാത്ത ഒന്നാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. ശരിക്കും ഇതെല്ലാം കൺസിഡർ ചെയ്ത് ഷെയർ ഹോൾഡേഴ്സിനെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എന്ന് പറയുന്നത് സുപ്രീം ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, അടുത്തത് രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫിനാൻസിംഗ് ഡിസിഷൻ ഡിറ്റർമിൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ ഫേം. മകളെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യനുകൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ക്വസ്റ്റ്യനകത്ത് വരുന്നുണ്ടല്ലേ. ഇപ്പം എന്താണ്, ഒരുപാട് ക്വസ്റ്റ്യനുകൾ ഇപ്പോൾ ചോദിക്കുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രാധാന്യത്തിൽ തന്നെ നമ്മൾ ഇത് പഠിക്കണം. നോക്കുക, ഫിനാൻസിംഗ് ഡിസിഷൻ ഡിറ്റർമിൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി ഫേം വിച്ച് അഫക്ട്സ് ദ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. ഫിനാൻസിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത് ഡിറ്റർമിൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫിനെയൊക്കെ ഇത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ആണോ? ക്യാപിറ്റൽ സ്ട്രക്ചറിനെ കൺസിഡർ ചെയ്യുന്ന ഒന്നാണോ ഫിനാൻസിംഗ് ഡിസിഷൻ? നമ്മൾ പഠിപ്പിച്ചിരുന്നു, ഓർത്ത് വെക്കുക. ഇനി അടുത്ത പറഞ്ഞേക്കാണ്, ഡിവിഡൻഡ് ഡിസിഷൻസ് ആർ റിലേറ്റഡ് ടു ദ പ്രപ്പോർഷൻ ഓഫ് ഏർണിംഗ്സ് ടു ഡിസ്ട്രിബ്യൂട്ടഡ് ദ വേരിയസ് ആൻഡ് റീറ്റെയിൻഡ് ഇൻ ദ ഫേം. അതായത് എന്താണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത് എന്തുമായി റിലേറ്റ് ചെയ്യുന്നതാണ്? പ്രപ്പോർഷൻ ഓഫ് ദ കിട്ടിയ ഏർണിംഗ്സിൽ എത്രത്തോളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എത്രത്തോളം റീറ്റെയിൻ ചെയ്ത് വെക്കണം എന്നതാണ്. അത് ശരിയാ അല്ലെ? ഡിവിഡൻഡ് ഡിസിഷൻ ശരിയാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ക്യാപിറ്റൽ സ്ട്രക്ചർ വരുന്ന ഏതിലായിരുന്നു? ഇൻവെസ്റ്റിംഗ് ഡിസിഷനിലല്ലേ? ഫിനാൻസിംഗ് ഡിസിഷനിലാണോ? അല്ല അല്ലെ? അപ്പൊ ഏതാണ്? ഫിനാൻസിംഗ് ഡിസിഷൻ മാനേജ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ടു ബാലൻസ് റിസ്ക് റിട്ടേൺ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ ഈസ് അഡ്രസ് ദ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് വേരിയസ് റീഇൻവെസ്റ്റ്മെന്റ് അല്ലെ? ക്യാപിറ്റൽ സ്ട്രക്ചർ വരുന്ന ഏതിലായിരുന്നു മക്കളെ ക്യാപിറ്റൽ സ്ട്രക്ചർ വരുന്നത്? ഒരു മിനിറ്റ്, ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഫിനാൻസിംഗ് ഡിസിഷൻ ഡിറ്റർമിൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ ഫേം. ഫിനാൻസിംഗ് ഡിസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെ, ഡെപ്റ്റ് ഇത്ര, ഇക്വിറ്റി ഇത്ര എന്നുള്ള ആ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒന്നാണ് ഫിനാൻസിംഗ് ഡിസിഷൻ വിച്ച് അഫക്ട്സ് ദ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. അത് എന്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്? റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. ശരിയാ അല്ലെ? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. നമ്മൾ പഠിച്ചതാണ് ഫിനാൻസിംഗ് ഡിസിഷൻ എന്താണെന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് 2 ആണ്. ഡിവിഡൻഡ് ഡിസിഷൻസ് ആർ റിലേറ്റഡ് ടു ദ പ്രപ്പോർഷൻ ഓഫ് ഏർണിംഗ്സ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് റീറ്റെയിൻഡ് ഏർണിംഗ്. ആ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏർണിംഗ്സിൽ എത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എത്ര റീറ്റെയിൻ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും എന്താണ്? ശരിയാണ് അല്ലെ? അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അല്ലെ? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞില്ലേ, വളരെ സിമ്പിൾ ആയിട്ടാണ് ചോദിക്കുന്നത്. കൃത്യമായി പഠിക്കുന്ന ആളുകൾക്ക് ഇതെല്ലാം ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതെല്ലാമാണ് കറക്റ്റ്? സീറോ കൂപ്പൺ ബോൺസ് ആർ ഇഷ്യൂഡ് അറ്റ് എ സ്റ്റീപ്പ് ഡിസ്കൗണ്ട് ആൻഡ് റെഡീംഡ് അറ്റ് എ ഫേസ് വാല്യൂ. നമ്മൾ സീറോ കൂപ്പൺ ബോൺസിനെ കുറിച്ച് പഠിച്ചതാണ് അല്ലെ? സീറോ കൂപ്പൺ ബോൺസ് ആർ ഇഷ്യൂഡ് അറ്റ് എ സ്റ്റീപ്പ് ഡിസ്കൗണ്ട് ആൻഡ് റെഡീംഡ് അറ്റ് എ ഫേസ് വാല്യൂ. ശരിയാണ്. പ്ലെയിൻ വാനില ബോൺസ് പറഞ്ഞാൽ എന്താണ്? നോർമൽ ബോൺസ് തന്നെയാണ്. ബോൺസ് ഹാവ് എ ഫിക്സഡ് കൂപ്പൺ ആൻഡ് മെച്യൂരിറ്റി ഡേറ്റ്. ഒരു നോർമൽ ബോണ്ടുകൾക്ക് എന്താണ്? ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റും ഉണ്ടായിരിക്കും, ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടായിരിക്കും. അതും എന്ത് തന്നെയാണ്? ശരിയാണ്. അടുത്ത നോക്കിയേ, കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു ഇക്വിറ്റി ഷെയർ. കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ കമ്പനി. കമ്പനിയുടെ ഡിസ്ക്രിപ്ഷൻ പ്രകാരം, ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു എന്ന്. കമ്പനിയുടെ ഡിസ്ക്രിപ്ഷൻ പ്രകാരം കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിന്റെ ആ ഒരു മെച്യൂരിറ്റി ഡേറ്റ് വെച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഇനി പെർപ്പച്വൽ ബോൺസ് ഹാവ് നോ മെച്യൂരിറ്റി പീരീഡ്. പെർപ്പച്വൽ ബോൺസിന് എന്തില്ല? പെർപ്പച്വൽ, ഇറഡീമബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിനെന്താണ്? പെർപ്പച്വൽ ബോൺസിന് എന്തില്ല? മെച്യൂരിറ്റി പീരീഡ് ഇല്ല. ശരിയാണ്. അപ്പോൾ 1, 2, 3 ആണ് ശരി. 1, 2, 3 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട്. സോറി, 1, 2, 3 എന്ന് വരുമ്പോൾ 1, 2, 4
3 തെറ്റല്ലേ? 1 2 4 എന്ന് വരുമ്പോൾ ഏതാണ് ഓപ്ഷൻ? 1 2 4. 1 2 4 ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. Financial lease agreement transfer all the risk and rewards of the ownership of the lease except the legal title. Legal title ഒഴികെയുള്ള എല്ലാ റിസ്കുകളും റിട്ടേണുകളും ട്രാൻസ്ഫർ ചെയ്യുന്ന ലീസാണ് ഫിനാൻഷ്യൽ ലീസ് എന്നാണ് പറഞ്ഞത്. ശരിയാ അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇൻ ഫിനാൻഷ്യൽ ലീസ് എഗ്രിമെന്റ് ദ ലീസ് ടേം കവർ ദ ഫുൾ എക്കണോമിക് ലൈഫ് ഓഫ് ദി അസറ്റ്. അതുകൊണ്ടല്ലേ ഫുൾ ആയിട്ടുള്ള എക്കണോമിക് ലൈഫ് ഫുൾ ആയിട്ട് തന്നെ എന്ത് കവർ ചെയ്യുന്നുണ്ട്? ആ ഒരു ലീസ് പീരീഡ് കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അസേർഷനും റീസണും കറക്റ്റ് ആണ്. റീസൺ എന്ത് ചെയ്യുന്നുണ്ട്? അസേർഷനെ സാധൂകരിക്കുന്നുണ്ട് അല്ലെ? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഫിനാൻഷ്യൽ ലീസ് ഇൻവോൾവ്സ് ദ ലോങ് ടേം അറേഞ്ച്മെന്റ് ദാറ്റ് ട്രാൻസ്ഫർ ദ റിസ്ക് ആൻഡ് റിവാർഡ്സ് ടു ലീസ് അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ എക്സെപ്റ്റ് ദ ലീഗൽ ടൈറ്റിൽ ഒഴികെയുള്ളത്. അടുത്തത് വായിച്ചു നോക്കിയേ, എന്താ പറഞ്ഞേക്കുന്നത്? കമ്പനി XYZ യൂസസ് എ സ്റ്റീപ്പ് ഡിസ്കൗണ്ട്. കമ്പനി XYZ എന്ത് യൂസ് ചെയ്തു? ഒരു സ്റ്റീപ്പ് ഡിസ്കൗണ്ട് യൂസ് ചെയ്തു ഫോർ ദ ഫേസ് വാല്യൂ. ഫേസ് വാല്യൂ എത്ര ഉണ്ടായിരുന്നു? 10,000 ഉണ്ടായിരുന്നു. പക്ഷെ ഇഷ്യൂ ചെയ്തേക്കുന്ന എത്രയിലാണ്? 6,000ലാണ് 10 വർഷത്തേക്ക്. എന്നിട്ട് പറഞ്ഞേക്കാണ് വാട്ട് ടൈപ്പ് ഓഫ് ബോണ്ട്, ഏത് ടൈപ്പ് ഓഫ് ബോണ്ട് ആണിത്, അറ്റ് വാട്ട് ദ പ്രൈമറി റീസൺ, എന്തായിരിക്കും അതിന്റെ പ്രൈമറി റീസൺ? അതായത് സ്റ്റീപ്പ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്ന എന്തിനു വേണ്ടിയായിരിക്കും? കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുക. സ്റ്റീപ്പ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്ന ഏതായിരുന്നു? സീറോ കൂപ്പൺ ബോൺസ് അല്ലെ? സീറോ കൂപ്പൺ ബോൺസ് ആർ ഇഷ്യൂഡ് അറ്റ് സ്റ്റീപ്പ് ഡിസ്കൗണ്ട്, റെഡീമബിൾ അറ്റ് ഫേസ് വാല്യൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സ്റ്റീപ്പ് ഡിസ്കൗണ്ട് ബോൺസ് ആണ് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്? ടു അട്രാക്ട് ദ ഇൻവെസ്റ്റേഴ്സ് ടു പ്രിഫർ ദ ലോ അല്ലെ? ലോ ആയിട്ടുള്ള ഇത് വരുമ്പോഴത്തേക്കാണ് ആൾക്കാർ കൂടുതലായിട്ട് വാങ്ങിക്കുന്നത്. ഓർത്ത് വെക്കുക, എ ആണ്. സ്റ്റീപ്പ് ഡിസ്കൗണ്ട് ബോൺസ് ആർ from zero coupon bonds issued at a steep discount attracting the investors എന്ത് ചെയ്യുക? അട്രാക്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, റെഡീമബിൾ ഡിബഞ്ചേഴ്സ് മസ്റ്റ് ബി റീപെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി മെച്യൂരിറ്റി പീരീഡ്. റെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? മസ്റ്റ് ബി റീപേ ചെയ്യുന്നുണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി മെച്യൂരിറ്റി പീരീഡ്. ആ ഒരു മെച്യൂരിറ്റി പീരീഡ് എത്തുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്? റെഡീം ചെയ്യുന്നുണ്ട്. ഇറഡീമബിൾ ഡിബഞ്ചേഴ്സ് ക്യാരി നോ ഒബ്ലിഗേഷൻ ഫോർ റീപേയ്മെന്റ്. യാതൊരു രീതിയിലുള്ള ഒബ്ലിഗേഷനും ഇല്ല റീപേയ്മെന്റിന്. അതുകൊണ്ടല്ലേ റെഡീമബിൾ ഡിബഞ്ചേഴ്സ് അങ്ങനെ ഒരു ഒബ്ലിഗേഷൻ ഉള്ളതാകുന്നത്, ആ പേരാകുന്നത്. അപ്പൊ ഇതെന്താണ്? അസേർഷനും കറക്റ്റ് ആണ്. റീസൺ എന്ത് ചെയ്യുന്നുണ്ട്? അസേർഷനെ സാധൂകരിക്കുന്നുണ്ട്. എ ആണല്ലേ? ദ റെഡീമബിൾ ഡിബഞ്ചേഴ്സ് ആർ ദ റീപെയ്ഡ് ഓൺ മെച്യൂരിറ്റി വൈൽ ഇറഡീമബിൾ ഡിബഞ്ചേഴ്സ് ഡു നോട്ട് ഹാവ് സച്ച് റീപേയ്മെന്റ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയ കൃത്യമായി പഠിച്ചു. അതുമായി ബേസ് ചെയ്തിട്ടുള്ള കുറെ അധികം MCQസുകളും വർക്കൗട്ട് ചെയ്തു. ഈ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾ പോകണം. കൃത്യമായി പഠിക്കുക, കൃത്യമായി ഫോക്കസ് ചെയ്യുക. കൂടുതൽ വന്നിട്ടുള്ള MCQസുകളെല്ലാം മാക്സിമം എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്ത് പോവുക. അപ്പൊ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക, കൃത്യമായി ഫോക്കസ് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകും. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. താങ്ക് യു.